Hello my dear students. So welcome to KT Online Study App. നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. സോ നമ്മൾ ഇന്ന് എടുക്കുന്നത് മൊമെന്റ് ആണ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ റിസൾട്ടന്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻഡ് റിസൾട്ടന്റിന്റെ ക്ലാസ്സിന് കിട്ടിയ സപ്പോർട്ട് വാസ് വെരി ഇമ്മൻസ്. സോ വെരി ഹാപ്പി ടു സീ ദാറ്റ് ആൻഡ് വെരി താങ്ക്സ് ടു ഓൾ സ്റ്റുഡൻസ് ഹു ഹാവ് സപ്പോർട്ടഡ് അസ്. സോ ആ സപ്പോർട്ട് ഈ ഒരു ക്ലാസ്സിനും ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ ക്ലാസ്സസിനും നിങ്ങളുടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സസും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ചെയ്യുമെന്ന് അറിയാം, എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വേറെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ലേറ്റ് ആക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ടോപ്പിക്ക് പഠിക്കാം. ഇന്നത്തെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്നപ്പം കാണാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് മൊമെന്റ്. മൊമെന്റ് എന്താണ് നമ്മൾ മൊമെന്റിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് എന്താണ് നമ്മൾ കൺവേ ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിസൾട്ടന്റ് പഠിച്ചപ്പോൾ ഞാൻ വടംവലി ആയിട്ട് വന്നു. ഇന്ന് വേണ്ട മൊമെന്റ് ആയപ്പോ നമ്മൾ ഒരു ഷിജു പി അല്ലെ, ഷിജു പി എന്ന് പറയുന്ന പയ്യനാണ് നമ്മൾ ഇന്ന് ഏത് പഠിപ്പിക്കാൻ പോകുന്നത്, മൊമെന്റ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഷിജു പി എങ്ങനെ നമ്മളെ മൊമെന്റ് പഠിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. അതായത് പയ്യൻ ഒരു കൊമ്പി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഒരു ബ്രാഞ്ച് ഉണ്ട്. ഈ കൊമ്പില് ഷിജു പിക്ക് എവിടെ നിൽക്കാം? ഇവിടെ നിൽക്കാമായിരുന്നു, അവിടെ നിൽക്കാം. ഈ കൊമ്പിന്റെ എക്സ്റ്റൻഷനിൽ വന്ന് നിൽക്കാം. ഏറ്റവും ലാസ്റ്റ് പോയിന്റിലും ഷിജു പിക്ക് നിൽക്കാൻ പറ്റും. ഈ രണ്ട് പോയിന്റിൽ നിൽക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഓരോ പോയിന്റും നമ്മുടെ ഷിജു പി മാറുമ്പോൾ ഈ കൊമ്പിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കിയാൽ മൊമെന്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് മൊമെന്റിനെ പറ്റി പിന്നെ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. സിമ്പിൾ. മൊമെന്റിന്റെ ഇക്വേഷൻ ഉൾപ്പെടെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മൾ എത്ര വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ പോലും ഈ കൊമ്പിന്റെ ഈ പോയിന്റ് നമുക്ക് എ എന്നെടുക്കാം. ഈ എ പോയിന്റിൽ നിൽക്കുവാണെങ്കിൽ, ഇപ്പൊ ഷിജു പി എയിൽ നിന്ന് ചാടുന്നു, രണ്ട് ചാട്ടം ചാടുന്നു, ഭയങ്കര ഫോഴ്സ് ആയിട്ട് നല്ല സ്ട്രോങ് ഇമ്പാക്റ്റോടെ ചാടിയാൽ പോലും ഈ ബ്രാഞ്ചിന് ബെൻഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇതൊന്ന് വളയണോ? അതായത് ബ്രാഞ്ചിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ ബ്രാഞ്ചിന് ബെൻഡിങ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അതേസമയം ഷിജു പി ഈ പോയിന്റിൽ ബി എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റിൽ ചുമ്മാ വന്ന് നിന്നാൽ തന്നെ ഇതിന് എന്തുണ്ടാവാം? ഒരു ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഷിജു പിക്ക് ഇപ്പൊ ഒരു 30 കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ വെയിറ്റ് കൂടിയോ? രണ്ട് പോയിന്റിൽ നിൽക്കുന്ന ഒരാള് ഷിജു പി ആണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്നപ്പോ ഉണ്ടായ ബെൻഡിങ് അല്ല, ഇവിടെ വരുമ്പോ ആ ബെൻഡിങ് കൂടുന്നു. ഇങ്ങോട്ട്, അതായത് ഷിജു പി അറ്റത്തോട്ട് വരുന്തോറും എന്ത് കൂടിക്കൂടി വരുന്നു? നമുക്കുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കൂടുന്നു. അപ്പം ഇതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മൊമെന്റിനെ പറ്റി മനസ്സിലായല്ലോ. അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്. ഇപ്പൊ ഷിജു പി ആണ് നമ്മുടെ ഫോഴ്സ്. ഈ ഫോഴ്സ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നോ അതാണ് എക്സ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് മാത്രമല്ല, ഫോഴ്സിന്റെ എന്തെടുക്കണം നമ്മള്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കുന്ന ആ പാരാമീറ്ററിനെയാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. അതായത് ഇപ്പം ഈ നിൽക്കുന്ന ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് എഫ് അറിയാം. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ എന്താണ്? നമ്മുടെ ഷിജു പിയുടെ വെയിറ്റ്, എം ഇൻറ്റു ജി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. അപ്പം എഫ് ആ ഫോഴ്സ് ഇൻറ്റു ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം? അവിടെ നിന്ന് ഇവിടെ ആക്ട് ചെയ്യുന്ന മൊമെന്റ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ മൊമെന്റ്? അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഒൺലി ഓൺ ഫോഴ്സ്. അതുകൊണ്ടാണ് വെയിറ്റ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ എന്തില്ല അവിടെ? ആർ ഇല്ല. അതാണ് എ പോയിന്റിൽ മൊമെന്റ് എന്തുമായിരുന്നു? 0. അതുകൊണ്ട് ആ പോയിന്റിൽ എത്ര ഫോഴ്സ് കൊടുത്താലും അവിടെ എന്ത് ഉണ്ടാവാൻ പോകുന്നില്ല? മൊമെന്റ് ഉണ്ടാവാൻ പോകുന്നില്ല. സിൻസ് എന്ത് ഇല്ലാത്തത് കൊണ്ട്? ആർ ഇല്ലാത്തത് കൊണ്ട്. മൊമെന്റിനെ ക്യാപിറ്റൽ എന്ന് എഴുതി ക്യാപിറ്റൽ എം സ്മോൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് പോയിന്റും എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എം എഴുതി അതിന്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ബി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്താണ് മൊമെന്റ് എടുക്കുന്നത്? ബി ബേസ് ചെയ്ത്. മൊമെന്റ് അബൌട്ട് എ ഏതാണ്? വിത്ത് റെസ്പെക്ട് ടു ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോഴ്സ് എവിടെ തന്നെ നിൽക്കുന്നു? എഫ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എന്തായി പോയി? 0. ആൻഡ് ഇപ്പം ഇനി ഈ ഫോഴ്സിനെ നമുക്ക്
ഷിജു പി പി ഈ അറ്റത്ത് നിന്ന് ഇതുവരെ വരാം. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മൊമെന്റ് അബൌട്ട് എ എന്തായി? ബിക്കോസ് ഫോഴ്സ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ആർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ് എൻഡിൽ എത്തുന്നത്. അപ്പൊ അവിടുത്തെ മൊമെന്റ് എന്തായിരിക്കും? എഫ് ഇൻറ്റു ആർ. അപ്പൊ ഒരു വാല്യൂ വന്നു. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് മൊമെന്റ് മനസ്സിലായി, മൊമെന്റിന്റെ ഇക്വേഷൻ മനസ്സിലായി, മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നും മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് മൊമെന്റിന്റെ ജനറൽ കാര്യങ്ങൾ എഴുതാം. അതായത് മൊമെന്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു, ഇങ്ങറ്റത്ത് നമ്മൾ എഫ് കൊടുക്കുന്നു, അറ്റ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എന്തായിരിക്കും? മൊമെന്റ് അബൌട്ട് എ. ഇതാണ് നമ്മൾ പറയുന്ന എ പോയിന്റ്. മൊമെന്റ് അബൌട്ട് എ വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ. ഇനി നമുക്കിവിടെ രണ്ട് കൈൻഡ് ഓഫ് മൊമെന്റ് ഉണ്ട്, കണ്ടോ? അപ്പൊ ക്ലോക്കിന്റെ ഡയറക്ഷനിൽ കറങ്ങി കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ക്ലോക്ക് വൈസ് മൊമെന്റ്. ക്ലോക്ക് വൈസ് മൊമെന്റിന് നമ്മൾ യൂഷ്വലി പോസിറ്റീവ് ആയിട്ടാണ് നൊട്ടേഷൻ നമ്മൾ വാല്യൂ എടുക്കുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് പോസിറ്റീവ്. ആൻഡ് സപ്പോസ് അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എങ്ങനെ വരും എന്ന് നോക്കൂ. നമുക്ക് ഇവിടെയാണ് ബീം ഇരിക്കുന്നത്, ഇവിടെയാണ് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അപ്പൊ മൊമെന്റ് അബൌട്ട് എ ഇവിടെ എന്ത് വരും? മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു, അപ്പം തിരിച്ചു എവിടെയാണ്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ കറങ്ങുന്നു? നോർമലി ക്ലോക്ക് ഇങ്ങനെയാണ് കറങ്ങാൻ, ഇപ്പൊ ഇത് താഴോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കറങ്ങുന്നത് കൊണ്ട് എഫ് ഇൻറ്റു ആർ തന്നെയാണ് മാഗ്നിറ്റ്യൂഡ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? വിൽ ബി ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോൾ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് CCW എന്നായിരിക്കണം നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ രണ്ട് കൈൻഡ് ഓഫ് മൊമെന്റ് ആണ് നമുക്ക് ഉള്ളതെന്ന് അറിയുക. ക്ലോക്ക് വൈസ് മൊമെന്റും കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റും. ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, കൗണ്ടർ ക്ലോക്ക് വൈസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ക്ലിയർ? അപ്പോ മൊമെന്റ് എന്താണെന്നും മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് മൊമെന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം പഠിക്കാം, ഇതിനകത്ത് വലിയ പാടൊന്നുമില്ല. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫൈൻഡ് ദി റിസൾട്ടന്റ് എന്നാണ്. അപ്പൊ ഈ റിസൾട്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടന്റും ഈ വരുന്ന റിസൾട്ടന്റും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത് എന്നൊന്ന് ഒബ്സർവ് ചെയ്ത് പറയാൻ പറ്റുമോ? നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ റിസൾട്ടന്റിലും പഠിച്ചത്, പക്ഷെ അവിടെ റിസൾട്ടന്റ് എല്ലാം ഒരു പോയിന്റിലായിരുന്നു. ഒരു പോയിന്റിൽ നിന്ന് വരുന്നു, ഒരു പോയിന്റിൽ പോകുന്നു. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വരുന്നു, ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് എല്ലാ ഫോഴ്സസും ആക്ട് ചെയ്യുന്നതും പോകുന്നതും. പക്ഷെ ഒരു മൈന്യൂട്ട് ചേഞ്ച് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഫ്രം പോയിന്റ് ഒന്ന് എ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ എയുടെ എൻഡിലാണ് എന്ത് ആക്ട് ചെയ്യുന്ന? പല ഫോഴ്സസും ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൊമെന്റ് ഒരു പോയിന്റിൽ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തുണ്ടാവും? എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഇൻറ്റു ആർ. സിൻസ് ഇവിടെ എന്തുണ്ട്? എഫ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ആർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും? ഒരു മൊമെന്റ് ഉണ്ടാവും. മൊമെന്റ് ഉണ്ടാകണമല്ലോ. അപ്പോ സിൻസ് ഇവിടെ ഒരു ഡിസ്റ്റൻസ് സ്പെസിഫൈഡ് ആയി, അത് എത്ര ഡിസ്റ്റൻസ് എന്ന് ഇവിടെ പറയുന്നു? 5 മീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് ഇതൊരു എന്ത് സിസ്റ്റമാണ്? നോൺ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫോഴ്സസും ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് പോകുന്നതോ ആയിട്ടുള്ള സിസ്റ്റമാണ് എന്ത്? കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഇനി നോൺ കൺകറന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് വരുന്നത്? ഫോഴ്സസ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റം, എല്ലാത്തിനും ഇടയ്ക്കും എന്തുണ്ട്? ഡിസ്റ്റൻസസ് സ്പെസിഫൈഡ് ആയിരിക്കും. ഓരോ ഫോഴ്സസ് തമ്മിൽ പർട്ടിക്കുലർ ആയിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. ഒന്നും ഒരു പോയിന്റിലല്ല. ഇറ്റ് ലൈസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ ഫോഴ്സസിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് സിസ്റ്റമാണ്? ഒരു നോൺ കൺകറന്റ് സിസ്റ്റം. അവിടെ എന്തുണ്ടാവും? മൊമെന്റ് ഉണ്ടാവും. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഡിസ്റ്റൻസ് സ്പെസിഫൈഡ് ആണെങ്കിൽ അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം അത് എന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്? മൊമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെ കാണുള്ളൂ? ഫൈൻഡ് ദി റിസൾട്ടന്റ്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യം മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്ത് തന്നെയാണ്? റിസൾട്ടന്റ് തന്നെയാണ്. ഇവിടെ പഠിക്കുന്നത് റിസൾട്ടന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ പഠിക്കുന്നതിൽ ഏത് വെച്ച് നമ്മൾ റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം? മൊമെന്റ് വെച്ച് വേണം
റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ? സോ ഇത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം നമ്മുടെ നോർമൽ പ്രൊസീജിയറിൽ സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ എഫ് ഐയും കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിഗ്മ എഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കണം, സിഗ്മ എഫ് ഐ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ഈ 30 ന്യൂട്ടൺ അറ്റ് 30 ഡിഗ്രിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. 30 കോസ് 30 ഡിഗ്രി, ഇവിടെ എന്ത് വരും? 30 സൈൻ 30 ഡിഗ്രി. ക്ലിയർ? ഇനി ഈ 40 ന്യൂട്ടൺ എങ്ങനെ റിസോൾവ് ചെയ്യാം? 40 ന്യൂട്ടൺ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി, ഇങ്ങോട്ട് എന്ത് കിട്ടും? 40 കോസ് 45ഉം മേലോട്ടും എന്ത് വരും? 40 സൈൻ 45 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ 40യെയും റിസോൾവ് ചെയ്തു, 30യെയും റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈ 50യെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 50 കോസ് എത്ര ഡിഗ്രി? 60 ഡിഗ്രി. 50 സൈൻ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഈ 60 ഡിഗ്രിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 60 കോസ് 10 ഡിഗ്രി, 60 സൈൻ 10 ഡിഗ്രി. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സസിനെയും നമ്മൾ എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്തു? നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. റിസോൾവിങ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അത് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആക്കുക. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ റിസോൾവ് ചെയ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? സിഗ്മ എഫ് എക്സ് എന്ത് വരും? ഈ ഹൊറിസോണ്ടൽ ആക്സിസ് നോക്കുക. ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ഇപ്പൊ എത്ര ഫോഴ്സസ് ഉണ്ട്? നമുക്ക് 4 ഫോഴ്സസ് ഉണ്ട് അല്ലേ? 30 കോസ് 30, 60 കോസ് 10, 40, 50. അപ്പം ഇത് 4 എഴുതുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ആദ്യം എഴുതാം. പോസിറ്റീവ് ആയിട്ടുള്ളത് എഴുതുമ്പോൾ എന്തൊക്കെ വരും? 30 കോസ് 30 പ്ലസ് 60 കോസ് 10. ഇനി മൈനസ് ഏതൊക്കെ വരും? നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നത് 50. സോ മൈനസ് 50 കോസ് 60 മൈനസ് 40 കോസ് 45. അപ്പൊ ഇത് ഇത്രയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 31.78 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സസ് മാറ്റി നമുക്ക് എന്ത് കിട്ടി? 31.78 എന്ന് കിട്ടി. അപ്പോ ഇവിടെ നമുക്കത് വരയ്ക്കാം. ഹൊറിസോണ്ടലി എത്ര പോയി ഫോഴ്സ്? ഈ ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ 5 മീറ്റർ വരയ്ക്കുക. അപ്പൊ ഇത് O ഡിസ്റ്റൻസ്, ഇത് ഏതാണ്? OA ഡിസ്റ്റൻസ് ഓഫ് 5 മീറ്റർ. അതിന്റെ എൻഡില് നമുക്കൊരു ഫോഴ്സ് സിഗ്മ എഫ് എക്സ് എത്ര ഡിസ്റ്റൻസ്, എത്ര വാല്യൂഡ് പോകുന്നുണ്ട്? 31.78 ന്യൂട്ടൺ. ഇനി നമ്മൾ ഇതുപോലെ സിഗ്മ എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫോഴ്സസ് ഇൻ ദി ഏത് ഡയറക്ഷൻ? നമ്മുടെ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കലിൽ ഇപ്പൊ എത്ര ഫോഴ്സസ് ഉണ്ട്? അവിടെ നമുക്ക് 4 ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ഈ 4 ഫോഴ്സസും അപ്വേർഡ് എന്താണ്? പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവും. നമ്മൾ മറ്റേത് നോക്കി അതേ കാര്യങ്ങൾ തന്നെ. അപ്പൊ എന്ത് വരും? പ്ലസ് അപ്വേർഡ് എടുക്കാം. 40 സൈൻ 45 പ്ലസ് 30 സൈൻ 30 മൈനസ് എന്ത് വരും? 60 സൈൻ 10 മൈനസ് 50 സൈൻ 60. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് മൈനസ് 10.44 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പം ഇവിടെ എന്തായി? നമുക്ക് സിഗ്മ എഫ് ഐ കണ്ടുപിടിച്ചപ്പോൾ അതിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടി, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇതിന് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ട് വരും. അപ്പം സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് മൈനസ് 10.14 എന്ന് കിട്ടും. അപ്പൊ നമുക്കിത് ഒരു ഐഡിയ കിട്ടി. അതായത് O to A ഡിസ്റ്റൻസ് 5 മീറ്റർ കഴിഞ്ഞ് നമുക്ക് ഇത് രണ്ടും എങ്ങനെയൊക്കെയാണ് വരുന്നത്? രണ്ട് ഫോഴ്സസ് സിഗ്മ എഫ് ഐയും സിഗ്മ എഫ് എക്സും നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും ഇപ്പൊ കിട്ടി. സിഗ്മ എഫ് എക്സ് എങ്ങനെയാണ് കിട്ടിയത്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു
31.78 ന്യൂട്ടൺ എന്നും സിഗ്മ എഫ് ഐ എങ്ങനെ കിട്ടി -10.14 ന്യൂട്ടൺ എന്നും കിട്ടി. ഇതിനെ രണ്ടിനെയും നമ്മൾ എങ്ങനെ വരച്ചു? നമ്മൾ ഈ ഒരു എൻറ്റയർ 4 ഫോഴ്സ് സിസ്റ്റം മാറ്റി 4 ഫോഴ്സ് മാറ്റി നമ്മൾ എത്ര എണ്ണം ആക്കി? ഒരു സിഗ്മ എഫ് എക്സിലും എഫ് ഐയിലും ആക്കി. ഇനി ഇതിനെ നമുക്കൊരു സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആക്കി കൂടെ? എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പൊ റിസൾട്ടന്റിന്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? 31.78 പ്ലസ് 10 സ്ക്വയർ പ്ലസ് 10.14 സ്ക്വയർ അല്ലേ? സോ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 33.45 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കാം? 33.45 ന്യൂട്ടൺ ആണ് നമ്മുടെ എന്തെന്ന് വിളിക്കുന്നത്? റിസൾട്ടന്റ്. സോ ഈ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ ആ തീറ്റ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ. എഫ് ഐ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് 10.14 ഡിവൈഡഡ് ബൈ എന്താണ്? 31.78. അവിടെ നമ്മൾ നെഗറ്റീവ് ഒന്നും കൊടുക്കണ്ട, ബിക്കോസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മതി തീറ്റ കണ്ടുപിടിക്കാൻ. സോ തീറ്റയുടെ ആൻസർ 18.14 എന്ന് കിട്ടും ഡിഗ്രി. അപ്പോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ സിഗ്മ എഫ് എക്സ് വേണ്ട, സിഗ്മ എഫ് ഐയും വേണ്ട. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ഇവിടെ? തീറ്റ ഈസ് ഈക്വൽ ടു 18.14 ഡിഗ്രി. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഏതാണ്? ഈ രണ്ട് ഫോഴ്സിന് പകരം നമ്മൾ ഒരൊറ്റ റിസൾട്ടന്റ് 33.45 ന്യൂട്ടൺ, അതായത് നമ്മുടെ 4 ഫോഴ്സ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഈ എൻറ്റയർ ഫോഴ്സസ് എല്ലാം മാറ്റി ഇവിടെ ഏതാണ്? ഒരു 33.45 ന്യൂട്ടൺ അറ്റ് ആംഗിൾ എത്ര? 18.14 ഡിഗ്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ റിസൾട്ടന്റ് എന്ന് പറയാം. ബട്ട് ഇനി അടുത്ത ഒരു പ്രശ്നമുള്ളത്, നമുക്കിവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എത്ര എന്ന് അറിഞ്ഞുകൂടാ. മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ മൊമെന്റ് നമുക്ക് ഇതെല്ലാ ഫോഴ്സസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് എത്രയാണ് മൊമെന്റ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റും. സോ മൊമെന്റ് എന്ന് പറയുന്ന കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രണ്ട് ഫോഴ്സസ് ഇപ്പൊ അറിയാം. ഏതാണ്? എഫ് എക്സും ഇവിടെ ഏതാ അറിയാം നമുക്ക്? എത്രയാണ് ഈ താഴോട്ട് വരുന്ന ഫോഴ്സ്? 10.14. ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് എത്രയാണ്? എഫ് എച്ച് 31.78. ഇപ്പൊ ഈ രണ്ട് ഫോഴ്സസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊമെന്റ് ഉണ്ടാക്കുന്നത് ഏതാണ്? മൊമെന്റ് അബൌട്ട് ഓ എടുത്തു കഴിഞ്ഞാൽ മൊമെന്റ് അബൌട്ട് ഓ എത്ര മാഗ്നിറ്റ്യൂഡ് വരും എന്ന് നമുക്ക് അറിയണം. മൊമെന്റ് അബൌട്ട് ഓ എത്രയായിരിക്കും വരുന്നത്? ഇവിടെ രണ്ട് ഫോഴ്സസ് ഉണ്ട്. 33.45 ന്യൂട്ടന്റെ എൻറ്റയർ എന്താണ് വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഇവിടെയും ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും എഫക്ട്, കമ്പൈൻഡ് എഫക്ട് തന്നെയാണ് എവിടെയും കിട്ടുന്നത്, ഒ എയിലും കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇവിടെ എത്ര മൊമെന്റ് ആയിരിക്കും വരണത്? മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്ന ഇതാണ് നമ്മുടെ പോയിന്റ് ഒ. എബൌട്ട് ഒ പോയിന്റ് എടുക്കുമ്പോൾ ഈ ഫോഴ്സിനെ എടുക്കാം, ഈ ഫോഴ്സിനെ എടുക്കാം. ഇത് കൺസിഡർ ചെയ്യണ്ട, ബിക്കോസ് നമുക്ക് അതിനെ റിസോൾവ് ചെയ്ത് രണ്ടാക്കി എടുത്തിട്ട് അതിന്റെ വെച്ചും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിൽ തന്നെ നോക്കിക്കോ, ഇതാണ് ഒ പോയിന്റ്, ഇതാണ് നമ്മൾ ഈ പറയുന്ന ഏത് എഫ് ഐ. അത് താഴോട്ട് ആക്ട് ചെയ്യുന്നു വിത്ത് 10.14 മാഗ്നിറ്റ്യൂഡ്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് ഏത്? നമ്മുടെ 5 മീറ്റർ എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഈ 38 എത്രയാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്? 31.78 ഇവിടെ നിന്ന് വലിക്കുന്ന ഫോഴ്സിന് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. കാര്യം ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. കണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്ത് വലിച്ചാലും ഇതിന് എലോങ്ങേഷനേ ഉണ്ടാവുള്ളൂ, ഇതിന് വലിയുന്ന എഫക്റ്റേ ഉള്ളൂ. അവിടെ എന്തുണ്ടാവില്ല? ബെൻഡിങ്ങോ മുകളിലോട്ടോ ഒരു മൊമെന്റ് ഉണ്ടാവില്ല. അതിന് ഐദർ കംപ്രഷൻ, ടെൻഷൻ, അല്ലെങ്കിൽ അകത്തോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കംപ്രഷനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മൊമെന്റ് ഉണ്ടാക്കുന്നത് ആര് കാരണം മാത്രമാണ്? 10.14. സോ മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും? അബൌട്ടോ 10.14 into 5 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? മൊമെന്റിന്റെ വാല്യൂ 52.21 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് ഈ ക്വസ്റ്റ്യന്റെ ഫൈൻഡ് ദ റിസൾട്ടന്റ് ആൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാമല്ലോ. ആദ്യം നമ്മൾ ഈ 4 ഫോഴ്സസിനെ മാറ്റി ഒരൊറ്റ എന്താണ് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ റിസൾട്ടന്റ് സോൾവ് ചെയ്യുക. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് സിസ്റ്റമായി അത് ആക്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റയും കണ്ടുപിടിക്കുക. പിന്നെ മൊമെന്റ് നോക്കാനായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും? അതിൽ എഫ് ഐയും ഉണ്ട്, എഫ് എക്സും ഉണ്ട്. അതിൽ മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏത് ഫോഴ്സിന് മാത്രമാണ്? നമ്മുടെ സിഗ്മ എഫ് ഐ. അപ്പൊ ഇത്രയാണ് നമ്മുടെ
പ്രോബ്ലം 1. അപ്പോൾ പ്രോബ്ലം 1 ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. വളരെ സിമ്പിൾ ആണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വൺസ് ഒരാൾക്ക് റിസൾട്ടന്റ് അറിയാം, തീറ്റ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ നമ്മളിപ്പം നോക്കിയ എക്സാമ്പിൾ നമ്മുടെ പി ഷിജുവിന് ഓർത്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ എന്തെന്ന് വിളിക്കുന്നത്, മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് പ്രോബ്ലം 2 നോക്കാം. പ്രോബ്ലം നേരത്തെ കണ്ട പ്രോബ്ലം 1ഉം പ്രോബ്ലം 2ഉം തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് റിസൾട്ടന്റ് സിസ്റ്റം. റിസൾട്ടന്റ് സിസ്റ്റം കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ റിസൾട്ടന്റ് സിസ്റ്റം കണ്ടുപിടിച്ചപ്പോ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം വേണ്ടായിരുന്നു അല്ലെ? ബിക്കോസ് ആ ഡിസ്റ്റൻസ് എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് തന്നെയാണ്, ബട്ട് അതൊരു സർട്ടൻ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു. നമുക്ക് അപ്പൊ അവിടുത്തെ മൊമെന്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടുത്തെ പ്രശ്നം, നമ്മൾ ഇതിനെ റിസൾട്ടന്റ് സിസ്റ്റം ആക്കുമ്പോൾ ഈ 4 ഫോഴ്സസ് സെപ്പറേറ്റഡ് അറ്റ് 4 ഡിഫറെന്റ് ഡിസ്റ്റൻസസ്, നാല് സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണത്തിനെ മാറ്റി നമ്മൾ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം, ഈ ഫോഴ്സ് നമ്മൾ എവിടെ കൊടുക്കും, അറ്റ് വാട്ട് ഡിസ്റ്റൻസിൽ കൊടുക്കണം. ഇവിടെ ഇത് ഫിക്സഡ് ഡിസ്റ്റൻസസ് ഉണ്ട്. അപ്പൊ ഈ 4ഉം കൂടെ 3 എണ്ണം 4 ഡിഫറെന്റ് പൊസിഷനിൽ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു സിംഗിൾ റിസൾട്ടന്റ് സിസ്റ്റം ആക്കുമ്പോൾ ഇതിനെ എല്ലാം കൂടെ റീപ്ലേസ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ ഫോഴ്സ് ആണ് വരുന്നത്. ഈ ഫോഴ്സിന് എത്ര ഡിസ്റ്റൻസ് എക്സിൽ നമ്മൾ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു സംശയമാണ് എവിടെ വരുന്നത്, ഈ പ്രോബ്ലം 2ൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ച്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ റിസൾട്ടന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് ഫോഴ്സസ് മാറ്റി സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ആ റെപ്രസെന്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 4ൽ വെക്കുമോ, 6ൽ വെക്കുവോ, 7ൽ വെക്കുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് എക്സിൽ വെക്കുമോ? അതാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇനി നോക്കുമ്പോഴും നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന എന്താണ്, ഇങ്ങനെ 4 ഫോഴ്സ് 4 ഡിഫറെന്റ് ഡിസ്റ്റൻസസിൽ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റിസൾട്ടന്റിനെ നമ്മൾ എവിടെ വയ്ക്കണം എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഏത് ക്വസ്റ്റ്യനില്, പ്രോബ്ലം നമ്പർ 2. ഓക്കെ, അപ്പൊ ഇതില് എങ്ങനെ നമുക്ക് റിസൾട്ടന്റ് സിസ്റ്റം കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്, സിമ്പിൾ പ്രോസസ്, സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക. എല്ലാ പ്രോബ്ലം തുടങ്ങുമ്പോഴും, അതായത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്ന ഏത് പ്രോബ്ലം തുടങ്ങുമ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ത് തന്നെയാണ്, പ്രോസസ്സ് സെയിം ആണ്. ഫോഴ്സസിനെ ആദ്യം പല ആംഗിളിൽ കിടക്കുന്നുണ്ടെങ്കിൽ റിസോൾവ് ചെയ്യുക. ഇവിടെ അങ്ങനെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നേരെ എന്തിലോട്ട് പോവുക, സിൻസ് എഫ് എക്സും എഫ് ഐയും ഉള്ളെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഫൈൻഡ് സിഗ്മ എഫ് എച്ച് സിഗ്മ എഫ് ഐ ദെൻ റിസൾട്ടന്റ്. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി കണ്ടാലും ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇട്ടേക്ക് ആദ്യം എന്ത് എഴുതുക, സിഗ്മ എഫ് എച്ച് എഴുതുക. എപ്പോ ഫസ്റ്റ് ഇതിനെ റിസോൾവ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. റിസോൾവ് ചെയ്യാൻ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക. നമുക്ക് സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടോ? ഇല്ല, 0. അപ്പൊ അത് സോൾവ് ആയി. നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. കാര്യം ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതാൻ പറ്റിയാൽ തന്നെ റിസോൾവിങ്ങും കഴിഞ്ഞ് ഈ ഒരു ഓർഡറിൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ സിഗ്മ ഫി കണ്ടുപിടിക്കുവാണ്, രണ്ടാമത്തെ മാർക്ക്. കണ്ടോ, ഇങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതാൻ എഞ്ചിനീയറിങ്ങിന്. അതായത് ഈ ഓരോ സ്റ്റെപ്സിനും ഓരോ മാർക്ക് നമുക്കുണ്ട്. അപ്പം സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ പ്രോപ്പർ ചാനലിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് കിട്ടും, ഈസി ആയിട്ട് പാസ്സാവും. ചില പിള്ളേരുണ്ട്, എനിക്ക് ഫുൾ കിട്ടിയാലേ ഞാൻ ആൻസർ അറ്റംപ്റ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പേപ്പറൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി പോകുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ആ ക്വസ്റ്റ്യൻ ബേസിസിൽ എഴുതി നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ കറക്റ്റ് ആൻസർ കിട്ടിക്കോളും. സോ ആ ഒരു രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പഠിക്കുക. ശരി, ഇവിടെ നോക്കിക്കോ, ഇവിടെ എന്ത് വരും ആൻസർ? നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു, മുകളിലോട്ട് നെഗറ്റീവ് എടുക്കണോ താഴോട്ട് നെഗറ്റീവ് എടുക്കണോ, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാനിവിടെ താഴോട്ടുള്ളതിനെ നെഗറ്റീവും മേലോട്ടുള്ളതിനെ പോസിറ്റീവായിട്ടും എടുക്കാം. ഓക്കെ, സോ ഡൗൺവേർഡ് ഫോഴ്സ് -10 കിലോന്യൂട്ടൺ, ഇത് നെഗറ്റീവ് ആണ്. ഈ 3 എണ്ണം ഡൗൺവേർഡ് കാണിച്ചിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ആണ്. +20 -20 -10, അപ്പൊ ആൻസർ എന്ത് കിട്ടും? -20 കിലോന്യൂട്ടൺ. റിസൾട്ടന്റ് എന്ത് കിട്ടും? തേർഡ് സ്റ്റെപ്പ് സിമ്പിൾ, √(f(x)² + fy². എന്ത് വരും അത്? സിൻസ് ഇവിടെ ഏതാണ് എഫ് എച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ എന്ത് തന്നെ കിട്ടും? 20 കിലോന്യൂട്ടൺ. സൈൻ പോയി, സ്ക്വയർ ചെയ്തപ്പം നെഗറ്റീവ് പോയി. അപ്പൊ റിസൾട്ടന്റ് എന്ത് കിട്ടി? നമുക്ക് 20 കിലോന്യൂട്ടൺ കിട്ടി.
ഇനി ഇവിടെ ഉള്ള ഒരു അടുത്ത ചലഞ്ചാണ് ഞാൻ പറഞ്ഞത്. ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഇരിക്കുന്ന കാരണം നമുക്ക് എന്തുണ്ട്, ഫോർത്ത് വൺ മൊമെന്റ് അബൌട്ട് ഒരു പോയിന്റ് എടുക്കാം. ഞാൻ പറഞ്ഞ ഏത് പോയിന്റ് ആണോ നമ്മൾ എടുക്കുന്നത്, ആദ്യം ഇതിന് പ്രത്യേകിച്ച് ലെറ്റർ ഒന്നും ക്വസ്റ്റിന് തന്നിട്ടില്ലെങ്കിൽ ഓരോ പോയിന്റിനും ഓരോ സിമ്പൽ വെച്ച് നമ്മൾ കാണിക്കുക. ഇവിടെ നമ്മൾ മൊമെന്റ് അബൌട്ട് ഏതാണ് എടുക്കുന്നത്, എ പോയിന്റ് ആണ് എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫിക്സഡ് പോയിന്റ് ഏതായിട്ട്, നമ്മൾ എപ്പോഴും ഈ സബ്സ്ക്രിപ്റ്റ് എഴുതുന്ന പോയിന്റിനെ നമ്മൾ എന്തായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യണം, ഷിജു പി പി നിന്ന മരത്തിന്റെ കൊമ്പിന്റെ സ്റ്റാർട്ട്. അപ്പം എ പോയിന്റ് നമ്മൾ കയറി എത്ര ലോഡ് കൊടുത്താലും എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇല്ല, അത് അനങ്ങത്തില്ല. അപ്പൊ അവിടെ എത്ര ലോഡ് കൊടുത്താലും ഒരു കുഴപ്പമില്ല, എന്ത് ആക്ട് ചെയ്യില്ല, സിൻസ് ഡിസ്റ്റൻസ് ഇസ് സീറോ ഹിയർ, മൊമെന്റ് ഉണ്ടാവൂ, ഇല്ല. അപ്പം 10 കിലോ ന്യൂട്ടന്റെ ഈ പോയിന്റിൽ 10 into 0, നോ മൊമെന്റ്. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞു, നമ്മൾ ഇനി അറിയേണ്ട കാര്യം, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്നും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെങ്കിൽ നെഗറ്റീവ് എന്നും അല്ലേ എടുക്കുന്നത്. അപ്പോ 20 കിലോ ന്യൂട്ടൺ ഇവിടെ ബി പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, 20 മുകളിലോട്ടല്ലേ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ട കാര്യം, പേന എടുക്കുക, കൈ വയ്ക്കുക, 20 മുകളിലോട്ട് കൊടുക്കുക, കറക്കി നോക്കുക. വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് നോക്കുക, ക്ലോക്ക് വൈസ് കറങ്ങുന്നത് എങ്ങോട്ടെന്ന് നോക്കുക, നമ്മൾ കറക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കുക. നമ്മൾ എങ്ങോട്ടാണ് കറക്കുന്നത്, ഓപ്പോസിറ്റ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്, സിമ്പിൾ. സോ മൈനസ് 20 into എത്ര ഡിസ്റ്റൻസ് ആണ്, 4 മീറ്റർ അല്ലേ, അത് 4 മീറ്റർ ഡിസ്റ്റൻസിൽ. ഇനി അടുത്ത 20 എത്ര ഡിസ്റ്റൻസിലാണ്, എല്ലാ ഡിസ്റ്റൻസും എടുക്കുന്നത് ഏത് പോയിന്റിൽ നിന്നായിരിക്കണം, ഫ്രം എ പോയിന്റ്. സോ അടുത്ത എ പോയിന്റിൽ നിന്ന് അടുത്ത 20 നിൽക്കുന്ന എത്ര ഡിസ്റ്റൻസ് ആണ്, 10 മീറ്റർ. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, മോളിൽ നിന്ന് താഴോട്ട് അതേപോലെ കൊടുക്കുക. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദി ഏത് ഡയറക്ഷൻ, ക്ലോക്കിന്റെ ഡയറക്ഷൻ. സോ പോസിറ്റീവ് ആണ്. സോ പ്ലസ് എന്ത് വരും, 20 into 10. ക്ലിയർ ആണോ, ഞാൻ ആ ഡിസ്റ്റൻസ് എടുത്തത് ഏത് പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഫ്രം പോയിന്റ് എ. എന്ന് ഏത് വരെയുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ 20 ന്യൂട്ടൺ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടോട്ടൽ. ഇത് പലരും ഡൗട്ട് വരുന്ന കാര്യമാണ്. ബിന്ന് സിയുടെ ഡിസ്റ്റൻസ് അല്ല, നമ്മൾ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ഏതാണ് പറഞ്ഞത്, ഏത് ലെറ്റർ എ ആണോ പറയുന്നത്. സോ എല്ലാ ഡിസ്റ്റൻസസും മെഷേർഡ് ഫ്രം പോയിന്റ് ഏതായിരിക്കണം, എ ആയിരിക്കണം. അപ്പൊ എന്ത് കിട്ടും, പ്ലസ് 20 into 10. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് വരുന്നത്, 10ഉം എത്ര ഡിസ്റ്റൻസ് ആണ്, 17 മീറ്റർ എൻഡിലാണ്. സോ ടോട്ടൽ മൊമെന്റ് എന്ത് കിട്ടും, പ്ലസ് 10 into 17. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 minus 80 plus 200 plus 170. അപ്പോ നമുക്ക് 290 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത്ര എത്തി. അപ്പൊ ഇതിന് നമുക്കിനി ഈ ഒരു ഫോഴ്സ് സിസ്റ്റം നമുക്ക് വരച്ച് കാണിക്കാം. അതായത് എ പോയിന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒരു ഫോഴ്സ് എത്ര ന്യൂട്ടൺ, റിസൾട്ടന്റ് എത്രയാണ് കിട്ടിയത് നമുക്ക് 20 കിലോ ന്യൂട്ടൺ. അപ്പൊ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ റിസൾട്ടന്റ് കൊടുത്തു. അറ്റ് എത്ര ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്, എക്സ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ എക്സ് ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഈ 4 ഫോഴ്സും കൂടി ഇവിടെ ആക്ട് ചെയ്തു. അപ്പൊ ടോട്ടൽ മൊമെന്റ് എത്രയാണ് വന്നത് അവിടെ, 290 കിലോ ന്യൂട്ടൺ മീറ്റർ. പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് കിട്ടിയത്, പ്ലസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ്. ഇതും കൂടെ എഴുതിയാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യണം CCW ആണോ CW ആണോ എന്ന്. അതിന് തന്നെ ഒരു മാർക്ക് കിട്ടും. ഇതിപ്പോ വിത്തൗട്ട് നമ്മൾ CW ആണോ CCW ആണോ എന്ന് എഴുതിയില്ലെങ്കിൽ അവിടെ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് എഴുതി, പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രം പോയിന്റ് എ എടുത്തപ്പോ എങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്, ക്ലോക്ക് വൈസ് അല്ലേ കറങ്ങുന്നത്. ഇവിടെ ഫോഴ്സ് കൊടുത്ത് 20 കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങും. അപ്പൊ ഇവിടെ നമ്മുടെ എത്ര ഡിസ്റ്റൻസിൽ കൊടുക്കണം എന്നറിയാൻ സിമ്പിൾ ഇക്വേഷൻ, അതായത് ഈ 6 ഇത് 6 അല്ലേ, 6 into x ചെയ്യുമ്പോഴും മൊമെന്റ് എത്ര തന്നെ കിട്ടണം, 290 കിട്ടണം. അതായത് നമ്മുടെ 4 ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്ട് എന്തായിരുന്നു, 290 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസിൽ ഒരു മൊമെന്റ് കിട്ടി. ഇവിടെ ഒരൊറ്റ 20 കിലോ ന്യൂട്ടൺ സിംഗിൾ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും എത്ര മൊമെന്റ് തന്നെ കിട്ടണം, 290. സോ 6 into x ചെയ്യുമ്പോഴും 290 കിട്ടണം. എക്സ് എത്ര വരും, 290 divided by 20. ആൻസർ എന്ത് കിട്ടും, 20
200 പോയി 14.5 മീറ്റർ. സിമ്പിൾ അല്ലേ? കാൽക്കുലേറ്റർ പോലും വേണ്ട ഈ പ്രോബ്ലം ചെയ്യാൻ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇതും ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കും ചോദിക്കാം. വളരെ എളുപ്പമാണ് കണ്ടോ. ഈ ഒരു 4 സ്റ്റെപ്പ് ചെയ്താൽ മതി. 5 സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് സിസ്റ്റം വരെ വരയ്ക്കാം. അപ്പം ഇതാണ് നിങ്ങളുടെ റിസൾട്ടന്റ് സിസ്റ്റം. ഏത് ഈ ഫൈനൽ ഇതിന് നോക്കി ഈ എക്സിന് എന്ത് വാല്യൂ എഴുതണം? 14x=14.5 മീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സംഗതി ഇങ്ങനെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് 10 മാർക്ക് ഉണ്ടെങ്കിൽ ആ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും ബേസ്ഡ് ഓൺ ഓൺലി ദിസ് ഫിഗർ. ഇതിന് ഈ സ്റ്റെപ്പോ ഇതോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത് കറക്റ്റ് ആയിട്ട് വരച്ച് കാണിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ പകുതി മാർക്ക് പോകും. ഇപ്പൊ മനസ്സിലായ? മെക്കാനിക്സിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് കിട്ടണമെങ്കിൽ ഫിഗേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതും നമുക്ക് എന്താണോ കൺവേ ചെയ്യേണ്ടത് അത് ത്രൂ എന്തായിരിക്കണം നമ്മൾ കൺവേ ചെയ്യാൻ? ത്രൂ ഫിഗേഴ്സ് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ഇത് ക്ലിയർ ആണല്ലോ. നമുക്കപ്പോ അടുത്ത പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ് അവർ തേർഡ് പ്രോബ്ലം. നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻ. ഇത് എന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഡയഗ്രാം ഒന്നും ഇല്ല. ഇതിന്റെ മൾട്ടിപ്പിൾ കോപ്പി തന്നെയാണ് ഞാൻ ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഓരോ ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 ഫോഴ്സസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 10, 12 ഇതിങ്ങനെ ഉണ്ട്. 6 മാഗ്നിറ്റ്യൂഡ് ഫോഴ്സസ് ഉണ്ട്. കണ്ടോ? 10 കിലോ ന്യൂട്ടൺ, 12, 15, 12, 16, 10 ആർ ആക്ടിങ് അലോങ് ദ സൈഡ്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഇതൊരു ഹെക്സഗൺ ആണ്. ഹെക്സഗണിന്റെ ഓരോ സൈഡും എത്ര മീറ്റർ ആണെന്ന് പറയുന്നത്? 2 മീറ്റർ. ഇതും എത്രയാണ്? റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഒരു സൈഡ് 2 ആണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ സൈഡ്സും എത്ര തന്നെ ആയിരിക്കും? 2 മീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെ റെഗുലർ ഹെക്സഗണിൽ എല്ലാത്തിന്റെയും ഡിസ്റ്റൻസ് എന്ത് തന്നെ? 2 മീറ്റർ ആയിരിക്കും. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. ഇതാണ് റെഗുലർ ഹെക്സഗൺ കൊണ്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ ഫൈൻഡ് ദി റിസൾട്ടന്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. നമുക്ക് വേണ്ടത് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം, അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഓൾസോ ദ പൊസിഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ ഓഫ് ഹെക്സഗൺ. അതായത് സെന്റർ ഓഫ് ഹെക്സഗണിൽ നിന്ന് ഈ റിസൾട്ടന്റ് എവിടെ പൊസിഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ പറഞ്ഞ പൊസിഷൻ ഓഫ് റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ എക്സ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എക്സ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഫോഴ്സസ് കൂടെ ഉണ്ടാക്കുന്ന മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. മൊമെന്റ് അബൌട്ട് ഓ. ആ മൊമെന്റ് അബൌട്ട് ഓ കണ്ടുപിടിച്ചിട്ട് റിസൾട്ടന്റ് അറിയാമെങ്കിൽ മൊമെന്റ് അബൌട്ട് ഓ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഫൈനൽ ആൻസർ എന്താന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് എന്താണ്? റിസൾട്ടന്റ്. ഇനി വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് ഹെക്സഗൺ, അതായത് ഇവിടെ നിന്ന് റിസൾട്ടന്റിന്റെ എക്സ് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? അപ്പോ ഇതിപ്പം നേരെയുള്ള ഫോഴ്സസ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാം. ഇവിടെ ഇപ്പോ ഇത്രയും ഇങ്ങനെ ഒരു കറക്കി തന്നിരിക്കുന്നത് കൊണ്ട് ഇത് റിസോൾവ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒന്നും പേടിക്കരുത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. ഇവിടെ റിസോൾവ് ചെയ്യാനുണ്ടോ? ഇതിനെ റിസോൾവ് ചെയ്യണ്ട, ഇതിനെ റിസോൾവ് ചെയ്യണ്ട, ഇതിനെ റിസോൾവ് ചെയ്യണം, ഇതിനെ റിസോൾവ് ചെയ്യണം, ഇതിനെ എല്ലാം റിസോൾവ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എല്ലാത്തിനെയും എക്സും വൈയിലോട്ട് ആക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം നമുക്ക് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഈ 10നെ റിസോൾവ് ചെയ്യണോ? വേണ്ട. ഇനി ഇവിടെ ഉണ്ടോ? ഇതിനെ റിസോൾവ് ചെയ്യാം. ഏതിനെ? 12 കിലോ ന്യൂട്ടണ് റിസോൾവ് ചെയ്യാം. ഈ 12 കിലോ ന്യൂട്ടണ് റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെയല്ലേ വരച്ചത്. അപ്പം ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഈ ആംഗിൾ തീറ്റ നമുക്ക് അറിയണ്ടേ? ഈ ആംഗിൾ തീറ്റ എത്രയായിരിക്കും? ഇനി ഐഡിയ ഉണ്ടോ? കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഇത്രയും ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. റെഗുലർ ഹെക്സഗൺ 120 ഡിഗ്രി. ഇത് ടോട്ടൽ ആംഗിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒരു ഫുൾ പ്ലെയിൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ ഇത്രയും 120 പോയി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. സോ നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കിട്ടി. ക്ലിയർ? അപ്പോ ദിസ് ആംഗിൾ ബീയിങ് തീറ്റ, ദിസ് ബിക്കംസ് എന്താണ്? 12 cos 60. ദിസ് ബിക്കംസ് 12 sin 60. അപ്പൊ നമ്മൾ 12 കിലോ ന്യൂട്ടണിനെ റിസോൾവ് ചെയ്തു. ഞാനിപ്പോ 4 തന്ന എന്തിനാണെന്ന് മനസ്സിലായോ? ഇത് 12നെ റിസോൾവ് ചെയ്യാൻ, ഇത് ഈ 15നെ റിസോൾവ് ചെയ്യാൻ, ഇത് ഈ 16നെ റിസോൾവ് ചെയ്യാൻ, ഇത് ഈ 10നെ റിസോൾവ് ചെയ്യാൻ.
അപ്പൊ ഈ 4 ഫിഗറിലും നിങ്ങൾക്ക് ഓരോ സെപ്പറേറ്റ് ഫിഗറിൽ ഞാൻ റിസോൾവ് ചെയ്ത് കാണിച്ചു തരാം, അതിനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ ഏതിനാ റിസോൾവ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇത് ക്ലിയർ ആണ്, ഇത് വേണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ വേണ്ട കാര്യം ഏതാണ്? ഇതാണ് നമ്മുടെ ഫോഴ്സ് 15 കിലോ ന്യൂട്ടൺ. അപ്പൊ ഈ ആംഗിൾ തീറ്റ എത്രയാണെന്ന് അറിയോ? നമുക്കറിയാം ഈ ടോട്ടൽ ആംഗിൾ ഇവിടെ എത്രയാണ്? ഇത് ഇത്രയും, ദിസ് ഈസ് 120 ഡിഗ്രി. ഇതിനെ ബൈസെക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ഒരു ആംഗിൾ, അപ്പൊ ഇത് എത്രയാവും? 60 ഡിഗ്രി ആയിരിക്കും. സോ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി ഹിയർ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഇത് തീറ്റ ആണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അതിന്റെ രണ്ട് കമ്പോണൻസ് പോകുന്നത്. സോ ദിസ് ബിക്കംസ് 15 sin 60 and this is 15 cos 60. ക്ലിയർ ആയോ? ഓക്കെ, സോ രണ്ടെണ്ണം കഴിഞ്ഞു. അപ്പൊ ഇതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് 16 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് ചലഞ്ച്. ഇത് ഇത്രയും നമുക്ക് രണ്ടും ഈസി ആയിരുന്നു കണ്ടുപിടിക്കാൻ. ഇതിപ്പം താഴോട്ട് വരുന്നു. അപ്പൊ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഏതെടുക്കണം? അപ്പൊ നമ്മുടെ പ്ലെയിൻ നമ്മുടെ പേപ്പറിനനുസരിച്ച് വരിക. എപ്പോഴും ഞാൻ പറഞ്ഞു ഏറ്റവും ലോവസ്റ്റ് ആംഗിൾ നോക്കുക, അത് വെച്ച് റിസോൾവ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ലോവസ്റ്റ് ആംഗിൾ ഏതാണ്? ഇത് എടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ആംഗിൾ ആണ്. അപ്പൊ അതെടുക്കാതെ ഈ ആംഗിൾ എടുക്കുക. ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെ കിട്ടും? 60 ഡിഗ്രി. ഇതാണ് നമ്മുടെ 60 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. അതോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അതിന്റെ കോമ്പോണൻസ് പോകുന്നത്. അപ്പൊ ഈ 60 ഡിഗ്രി, ഇത് ഇത്രയും ടോട്ടൽ 120 ഡിഗ്രി അല്ലേ? ഇത്രയും 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രിയിൽ ഇത്രയും ആംഗിൾ എത്രയാണ് പോകുന്നത്? 120 ഡിഗ്രി. സോ റിമൈനിങ് ദിസ് ഈസ് 60 ഡിഗ്രി. സോ ഇങ്ങോട്ടും ഇങ്ങോട്ടും 60 ഡിഗ്രി വെച്ച് വരും. സോ ദിസ് ബിക്കം 16 sin 60 and this becomes 16 cos 60 ഡിഗ്രി. ക്ലിയർ? കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ഫിഗറും കൂടെ ഉള്ളൂ. അതാണ് നമ്മുടെ റിസോൾവ് ചെയ്യാൻ ഏതാണ്? നമ്മുടെ 10 കിലോ ന്യൂട്ടൺ. 10 കിലോ ന്യൂട്ടൺ റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരും? ഇത് തീറ്റ. ഈ തീറ്റ എത്ര വരും? ബൈസെക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 120 ഡിഗ്രി ആണ്. അത് ബൈസെക്ട് ചെയ്തപ്പോൾ എത്ര പോയി? 60 ആയി. ഓക്കെ, സോ 10നെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ രണ്ട് കോമ്പോണന്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. ക്ലിയർ ആണോ? അപ്പോ ഔട്ട് വരുന്ന എന്തായിരിക്കും? 10, ഇത് തീറ്റ അല്ലേ, 60. സോ താഴോട്ട് വന്നത് 10 sin 60യും 10 cos 60യും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 4 ഫോഴ്സിനെ റിസോൾവ് ചെയ്തു. ബാക്കി ഈ 10 കിലോ ന്യൂട്ടണും ഈ 12 കിലോ ന്യൂട്ടനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ നെറ്റ് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കണ്ടുപിടിക്കാം. എഫ് എക്സ് ഇത് എന്ത് വരും? ഇതിന്റെ കോസ്. അപ്പൊ എന്ത് വരും? ഇത് നിങ്ങൾ വരച്ചു വെച്ചേക്കുക കേട്ടോ, എന്നിട്ട് ആ ഫിഗറും കൂടെ നോക്കിയിട്ട് ചെയ്യുക. അപ്പൊ ദിസ് ബിക്കംസ് എന്താണ്? 12 cos 60 പ്ലസ് ഇതിന്റെ എങ്ങോട്ട് വരും? ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. സോ ദിസ് ഇസ് നെഗറ്റീവ്. സോ മൈനസ്, നെഗറ്റീവിനെ നമുക്ക് റെഡിൽ കാണിക്കാം. സോ അപ്വേർഡ് പോസിറ്റീവ് തന്നെ, മുകളിലോട്ട് പോസിറ്റീവ് അല്ലേ. സോ മൈനസ് 15. എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് റിസോൾവ് ചെയ്യുന്ന ഡയറക്ഷൻ മാത്രം ഇതിനകത്ത് കാണിച്ചാൽ മതി. സോ ദിസ് ബിക്കംസ് 15 cos 60 ആൻഡ് ഈ 12 കിലോ ന്യൂട്ടന് റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് 12. ആൻഡ് ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങോട്ടൊക്കെ വരും? നെഗറ്റീവും താഴോട്ട് നെഗറ്റീവ് ആണ്. സോ മൈനസ് ഹൊറിസോണ്ടൽ എന്ത് കിട്ടും? 16 cos 60 അല്ലേ. 16 cos 60. ഈ 10നെ റിസോൾവ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ്. റൈറ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? പോസിറ്റീവ് ആണ് അല്ലെ. താഴോട്ട് വരുന്നത് നെഗറ്റീവും ആണ്. അപ്പോ പ്ലസ് 10 cos 60. ഈ 2 പ്ലസ് ആണ് അല്ലെ, സോറി 2 അല്ല, എത്രയാണ്? നമ്മുടെ 10 കിലോ ന്യൂട്ടൺ ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. സോ പ്ലസ് 10. അപ്പൊ നമുക്ക് 6 എണ്ണം ആയോ? ബ്ലൂ 3, ഗ്രീൻ റെഡ് 3. ടോട്ടൽ നമ്മൾ 6 ഫോഴ്സസിനെയും സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് എടുത്തു. അതിന്റെ സം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും? ഇത് എളുപ്പമാണ് ചെയ്യാൻ. കാര്യം cos 60യുടെ വാല്യൂ എത്രയാണ്? ഹാഫ് ആണ്. കാൽക്കുലേറ്റർ വേണമെന്നില്ല. അപ്പം നമുക്ക് cos 60 കോമൺ എടുക്കാം. കോമൺ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇവിടെ രണ്ടിടത്തും ഇതില്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 6 വരും. മൈനസ് ഇതെന്ത് കിട്ടും? 7.5 കിട്ടും. മൈനസ് 12 മൈനസ് 8
പ്ലസ് 5 പ്ലസ് 10. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -6.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇനി നമ്മൾ സിഗ്മ എഫ് ഐ കണ്ടുപിടിക്കുക. സിഗ്മ എഫ് ഐ എങ്ങനെയാണ് വരും? ഇതിൽ ഏതൊക്കെയാണുള്ളത്? സിഗ്മ എഫ് ഐ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കാം. സിഗ്മ എഫ് ഐ എടുക്കുമ്പോൾ ഫസ്റ്റ് 10 കിലോ ന്യൂട്ടണിന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടോ? ഇതിനില്ല, ഇതിനും ഇല്ല. അപ്പൊ എത്ര എണ്ണേ വരുവുള്ളൂ? നമുക്ക് 4 എണ്ണേ വരുവുള്ളൂ. അപ്പൊ എന്തൊക്കെ വരും? അപ്വേർഡ് ആണ്. ഏത്? 12ന്റെ ഫോഴ്സ് മുകളിലോട്ട് പോകും. സോ നമുക്ക് എന്ത് വരും? 12 സൈൻ 60 പ്ലസ് 15ന്റെ അപ്വേർഡ് ആണ്, 15 സൈൻ 60 മൈനസ് 16ന്റെ താഴോട്ടാണ്. സോ മൈനസ് 16 സൈൻ 60 മൈനസ് 10 സൈൻ 60. ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് പോസിറ്റീവ് ആയിട്ട് കിട്ടും. 0.866 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇപ്പൊ തന്നെ നമുക്ക് ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് മനസ്സിലായത്. സിഗ്മ എഫ് എക്സ് എന്താണ്? നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഡയറക്ഷനിൽ വരയ്ക്കുക. സോ സിഗ്മ എഫ് എക്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ വരയ്ക്കാം. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഏത് കിട്ടുന്നത്? നമ്മുടെ സിഗ്മ എഫ് എക്സ് കിട്ടുന്നത്. എന്റെ വാല്യൂ എത്രയാണ്? 6.5 കിലോ ന്യൂട്ടൺ. നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആയതുകൊണ്ട് 6.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി സിഗ്മ എഫ് ഐ നമുക്ക് ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ട് കിട്ടി. സോ അപ്വേർഡ് ആയിട്ട് എത്രയാണ് കിട്ടുന്നത്? 0.866. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങോട്ട് വരും? നമുക്ക് മനസ്സിലായി ഇതിപ്പം ഇറ്റ് ലൈസ് ഇൻ ദി ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സോ നമ്മുടെ റിസൾട്ടന്റ് വരുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. റിസൾട്ടന്റ് 6. ഈ റിസൾട്ടന്റ് 6ന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? R ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ. 6.5 സ്ക്വയർ പ്ലസ് എന്ത് വരും? 6.866 സ്ക്വയർ. ചെറിയ വാല്യൂ ആയതുകൊണ്ട് നിയർലി നമുക്ക് എത്ര തന്നെ കിട്ടും? 6.56 തന്നെ എന്ത് കിട്ടും? കിലോ ന്യൂട്ടൺ നമുക്ക് എന്ത് റിസൾട്ടന്റ് കിട്ടും. സോ റിസൾട്ടന്റ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഏതാണ്? ഈ ഒരു ആംഗിൾ, റിസൾട്ടന്റിന്റെ എത്ര ആംഗിൾ ആണ് ചെയ്യുന്നത്, അതിന്റെ ഡയറക്ഷൻ വേണം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് ഏത് കിട്ടി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റിസൾട്ടന്റ്. റിസൾട്ടന്റ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി, 6.56 കിലോ ന്യൂട്ടൺ ആണെന്ന് മനസ്സിലായി. അതിന്റെ ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് എത്ര ആംഗിളിലാണ് ഈ ഒരു റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതറിയാനായിട്ട് നമുക്കിനി വേണ്ടത് എന്താണ്? തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ഈ വാല്യൂ ഒന്നും വേണ്ട. സിഗ്മ എഫ് എക്സ് അറിയണം, സിഗ്മ എഫ് ഐ അറിയണം, റിസൾട്ടന്റും അറിയാം. അപ്പൊ സിഗ്മ എഫ് എക്സ് ഇവിടെ എത്ര കിട്ടി? -6.5 കിലോ ന്യൂട്ടൺ. സിഗ്മ എഫ് ഐ എത്ര കിട്ടി? 0.866. ആൻഡ് റിസൾട്ടന്റ് എത്ര കിട്ടി? 6.56 കിലോ ന്യൂട്ടൺ. ഇത്രയും കിട്ടി. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദി ആംഗിൾ തീറ്റ. സോ തീറ്റയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ മാർഗം കൂടെ കിട്ടും. സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് എഫ് ഐ ബൈ 0.866 ഡിവൈഡഡ് ബൈ 6.5. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ തീറ്റയുടെ സോൾവ് ചെയ്യുമ്പോൾ നിയർലി 7.59 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതുമായി 6 കിട്ടി, തീറ്റയുടെ ഇൻക്ലിനേഷനും കിട്ടി. ഇനി എന്താണ് ഇതിനകത്ത് നമുക്ക് വേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി റിസൾട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ദി എന്താണ്? സെന്റർ ഓഫ് ദി ഹെക്സഗൺ. അതായത് ഇപ്പോ ഈ സെന്റർ ഓഫ് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ O ആണ്. നമുക്ക് ഇവിടെ റിസൾട്ടന്റും കിട്ടി, അത് ആക്ട് ചെയ്യുന്ന ആംഗിളും കിട്ടി. നമുക്ക് ഇവിടെ അതിന്റെ ഒരു ഡയഗ്രാം കിട്ടി. അപ്പോൾ ഇനി ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ഈ റിസൾട്ടന്റ് നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ റിസൾട്ടന്റ് നമ്മൾ ഈ സെന്റർ വെച്ച് നോക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസിൽ കൊടുക്കണം, സോ ദാറ്റ് അവിടെ ഉണ്ടാകുന്ന മൊമെന്റും ഈ 6 ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന മൊമെന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെ മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഈക്വൽ ടു എന്താണ്? R × X വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? X കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ഏത് റിസൾട്ടന്റ്. അതാണ് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി റിസൾട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്? X വിത്ത് റെസ്പെക്ട് ടു ദി സെന്റർ ഓഫ് ദി ഹെക്സഗൺ. അപ്പൊ അടുത്ത നമ്മളെ മേജർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് ദി എന്താണ്? മൊമെന്റ് അബൌട്ട് പോയിന്റ് O നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ മൊമെന്റ് അബൌട്ട് പോയിന്റ് O കണ്ടുപിടിക്കാം? നമുക്ക് ഒന്നുകൂടെ നോക്കാം. മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം?
മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൊമെന്റിന്റെ ഇക്വേഷൻ എങ്ങനെ അറിയാം? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്താലേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഫോഴ്സ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 10 ഉണ്ടെന്ന് അറിയാം. ഓക്കെ, സോ 10ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? ഇവിടെ ഇത് റെഗുലർ ഹെക്സഗൺ അല്ലേ, അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. 3 സൈഡ്സും നമുക്ക് എത്രയാണ്? 60 ഡിഗ്രി ആംഗിൾ വരും. എല്ലാം ഈക്വൽ ടു 2 മീറ്റർ ആണ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ ബൈസെക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ സി ഡി എന്ന് പറയുന്ന ഒരു ലൈൻ, സി ഡി ആണ് ഇതിന്റെ എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ മൊമെന്റ് മൊമെന്റ് ഡ്യൂ ടു 10 കിലോന്യൂട്ടൺ കണ്ടുപിടിക്കണമെങ്കിൽ 10 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? മൊമെന്റ് അബൌട്ട് ഓ ചെയ്യാണെങ്കിൽ 10 ഇൻറ്റു എന്താ വേണ്ടേ? ഈ സി ഡി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 10 കിലോന്യൂട്ടൺ ഇൻറ്റു സി ഡി വിൽ ഗീവ് ദി മൊമെന്റ് അബൌട്ട് ഓ ഡ്യൂ ടു ഏത് ലോഡ്? 10 കിലോന്യൂട്ടൺ, ഒരു ഫോഴ്സേ ആയുള്ളൂ. അപ്പൊ അതിന്റെ സി ഡി ഡിസ്റ്റൻസ് എന്ത് കിട്ടും? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് അറിയാം. ആംഗിൾ എ സി ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റെഗുലർ ഹെക്സാഗൺ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? ഈ ആംഗിൾ 60 ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആൻഡ് ഈ ഒരു സി ഡി വരച്ച ഈ ലൈൻ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഈ ലൈൻ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട് ഇത് 90 ഡിഗ്രി ആണ്. അവിടെ നമുക്ക് എന്തെടുക്കാം? ട്രിഗ്നോമെട്രിക് റിലേഷൻ എടുക്കാം. സോ വാട്ട് ഈസ് സൈൻ 60? സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ സി ഡി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 2 മീറ്റർ. ഈ എ സി ആണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ്. സോ 2. സോ സി ഡി ഈസ് ഈക്വൽ ടു 2 സൈൻ 60 ഹിയർ. സോ ഇൻസ്റ്റെഡ് ഓഫ് മൊമെന്റ് അബൌട്ട് ഓ ഡ്യൂ ടു 10 കിലോന്യൂട്ടൺ എന്ന് പറയുന്നത് 10 ഇൻറ്റു എന്ത് കിട്ടും? 2 സൈൻ 60. ഇത് ഏത് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്? ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ സി ഡി ഡിസ്റ്റൻസ്. നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? 10 ഇങ്ങോട്ട്. സോ അതെങ്ങനെയാണ് കറങ്ങുന്നത്? ക്ലോക്കിന് ഓപ്പോസിറ്റ് ആയിട്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ്. സോ അവിടെ എന്ത് കൊടുക്കാം? നെഗറ്റീവ് കൊടുക്കാം. സോ മൈനസ് 10 ഇൻറ്റു 2 സൈൻ 60 ഫസ്റ്റ് ഫോഴ്സ് ആയി. ഇനി അതുപോലെ നമുക്ക് ഏത് ഡിസൈൻ ചെയ്യാം? രണ്ടാമത്തത് വരയ്ക്കാം. സോ രണ്ടാമത്തത് നമ്മൾ എടുക്കുമ്പോഴും ഇതിന്റെ നമുക്ക് എന്ത് വേണം? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. സെയിം കഥ, സെയിം അതുപോലെ തന്നെ നമുക്ക് പറയാം. എന്താണ്? ഇത് സി ഇ കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് കൊടുക്കണം? 12 കിലോന്യൂട്ടൺ അല്ലേ? അതും എങ്ങോട്ടാണ്? ഇങ്ങോട്ട് തന്നെ കറക്കുന്നത്. സോ അതിനെയും കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെ. സോ അപ്പം എന്ത് വരും? മൈനസ് 12 ഇൻറ്റു ഏത് ഡിസ്റ്റൻസ്? സിഇ. അപ്പൊ സിഇ എന്ത് വരും ഇവിടെ? എഗെയിൻ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. നമുക്ക് ഏത് എടുക്കണം? സൈൻ 60 എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ആംഗിൾ സി ബി ഇ. ആംഗിൾ സി ബി ഇ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. സോ നമുക്ക് സി കിട്ടണമെങ്കിൽ സൈൻ 60 എടുക്കണം. ഇൻ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ സി ബി ഇ എഫ്. ട്രയാങ്കിൾ സി ബി എഫ് എടുക്കാം. സോ ആ സി ബി എഫില് സൈൻ 60 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്ര വരുന്നത്? സിഇ ബൈ 2 ഓർ സിഇ ഈസ് ഈക്വൽ ടു എന്താണ്? 2 സൈൻ 60. അപ്പം ഇവിടെയും മാറ്റി നമുക്ക് എന്താക്കാം? 2 സൈൻ 60. അപ്പൊ നമ്മൾ ഇനി ജനറലൈസ് ചെയ്ത് എല്ലാത്തിന്റെ വെർട്ടിക്കൽ കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. ഏത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുത്താലും എല്ലാം ഈക്വൽ ടു എന്ത് തന്നെയാണെന്ന് അറിയണം? 2 സൈൻ 60. 2 സൈൻ 60 എളുപ്പമല്ലേ? അപ്പൊ ഇനി നമ്മൾ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. ഓൾ ഈക്വൽ ടു എന്താണെന്ന് അറിയാം? 2 സൈൻ 60. ഓക്കെ. സോ അപ്പം ഇപ്പൊ നമ്മൾ ഏതെടുത്തു? 12 എടുത്തു. ഇനി അടുത്ത 15 എടുക്കാം. 15 എടുക്കുമ്പോഴും എന്ത് വരും? അതും ഏത് ആംഗിൾ തന്നെയാണ് കറങ്ങുന്നത്? ഏത് ഇതാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് 15 ഇൻറ്റു 2 സൈൻ 60. ഇനി ഇതിന്റെ വരുമ്പോഴോ? വെർട്ടിക്കൽ. അപ്പൊ സോ എന്ത് വരും? മൈനസ് 12 ഇൻറ്റു 2 സൈൻ 60. ഇനി ഇതിന്റെ വരുമ്പോഴോ? 16ന്റെ മൈനസ് 16 ഇൻറ്റു 2 സൈൻ 60. ആൻഡ് ഈ 10ന്റെ എടുക്കുമ്പോഴോ? മൈനസ് 10 ഇൻറ്റു 2 സൈൻ 60. ക്ലിയർ? അപ്പോ എല്ലാ ഇതിന്റെയും നമ്മൾ എന്തെടുത്തു? മൊമെന്റ് എടുത്തു. അപ്പൊ ഇവിടെ ഇൻ ജനറൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഈ മൈനസ് 2 സൈൻ 60 എല്ലാത്തിലും കോമൺ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് കോമൺ എടുക്കാം. എന്നിട്ട് ബാക്കി എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്താൽ പോരെ? ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൊമെന്റ് അബൌട്ട് പോയിന്റ് ഒ ഈസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ 60 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു ഏതൊക്കെ ഫോഴ്സസ് ആഡ് ചെയ്താൽ മതി? 10 പ്ലസ് 12 പ്ലസ് 15 പ്ലസ്
12 പ്ലസ് 16 പ്ലസ് 10 അല്ലേ? നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് -2 എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അഡീഷൻ ആണ് അല്ലേ? എല്ലാത്തിനെയും നമ്മൾ എന്ത് എടുത്തു? -2 sin 60 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഏതൊക്കെ? 10 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 10 ഇൻറ്റു എന്ത് ചെയ്യണം? 2 sin 60. അപ്പോൾ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ മൈനസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 75 കിട്ടും. 75 ഇൻറ്റു 2 sin 60. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റിന്റെ വാല്യൂ -129.90 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഏതാണ്? ഒരു -129. അത് അവിടെ നെഗറ്റീവ് ഇടണമെന്നില്ല. 129.90 കിലോ ന്യൂട്ടൺ മീറ്റർ ഇന്ത് ഏത് ഡയറക്ഷൻ ആണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നെഗറ്റീവ് ഡയറക്ഷനിൽ എടുക്കുക. സോ ഇത് ഇത്രയും കിട്ടി. സോ അപ്പൊ നമ്മൾക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ട? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് റെസ്പെക്ട് ടു ദി സെന്റർ ഓഫ് ഹെക്സഗൺ. ഇപ്പൊ നമുക്ക് നെറ്റ് മൊമെന്റ് എത്രയാണെന്ന് അറിയാം. നമുക്ക് നെറ്റ് മൊമെന്റും കൂടെ ഇവിടെ നിന്ന് കിട്ടി. ദാറ്റ് ഈസ് 129.90 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോ നമുക്ക് ഇതാണ് നമ്മുടെ ഏതിന്റെ ഡയറക്ഷൻ? റിസൾട്ടിന്റെ ഡയറക്ഷൻ. ഇവിടെ ഇത്രയും ഫോഴ്സസ് കാരണം ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് 129.9 ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്? ഇപ്പോ ഈ റിസൾട്ടന്റ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത്? അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിക്കാനായിട്ട് എഗെയിൻ ഇതേ ഫിഗർ വരയ്ക്കുക ആൻസർ ഷീറ്റിൽ. വരച്ചിട്ട് ഈ റിസൾട്ടന്റ് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, ഈ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പൊ ആ ഡയറക്ഷനിൽ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഈ സെയിം ആംഗിളിൽ വരയ്ക്കുക. ഇതാണ് നമ്മുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ട എക്സ്. ഓക്കെ, സോ ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എത്രയാണെന്ന് അറിയാം. ഇറ്റ് ഈസ് 6.56 കിലോ ന്യൂട്ടൺ. ക്ലിയർ? അപ്പൊ ആ റിസൾട്ടന്റിനെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് എക്സിലാണ് ഫ്രം എവിടെ നിന്ന് പ്ലേസ് ചെയ്യേണ്ട? ഫ്രം ദി സെന്റർ ഓഫ് ഹെക്സഗൺ. സോ r ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 129.90 കിട്ടണം. ഓർ ഈ എക്സ് ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 129.90 ഡിവൈഡഡ് ബൈ r എത്രയാണ്? r വാല്യൂ 6.56. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 19 എന്ത് കിട്ടും? 80 മീറ്റർ എന്ന് കിട്ടണം. ഓക്കെ, സോ മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പൊ ഫൈനൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വന്നു കഴിഞ്ഞാൽ അതിലെ കീ മാർക്കിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് സിഗ്മ എഫ് എക്സ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലായി. സിഗ്മ എഫ് എക്സ് ഇവിടെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ y ഏതാ എക്സ് ഏതാ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ ഏതാണ്? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കറക്റ്റ് ആയിട്ട് കിട്ടും. സോ 1, 2 ക്വസ്റ്റ്യൻ നമുക്ക് 2 പോയിന്റ് കറക്റ്റ് കിട്ടും. അത് വെച്ച് റിസൾട്ടന്റും കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ. പിന്നെ ഇത് അറിയാം, ഇതറിയാം, ഈ റിസൾട്ടന്റും അറിയാം. നമുക്ക് ഏത് കണ്ടുപിടിക്കാം? 4th പോയിന്റ് തീറ്റ കണ്ടുപിടിക്കാനും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇനി ആകെ അറിയേണ്ടത് ഏതാണ്? ഈ ടോട്ടൽ മൊമെന്റ് ഇത്രയും ഫോഴ്സസ് തമ്മിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇത് മാത്രമാണ് ഇതിനകത്ത് ഇച്ചിരി ട്വിസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരേ ഒരു ഏരിയ. എന്താണ്? നെറ്റ് മൊമെന്റ് ഈ 6 ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. വൺസ് അതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ് നെറ്റ് മൊമെന്റിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ മതി? r ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ക്ലിയർ ആണോ? അപ്പോ ഈ ഒരു ഹെക്സഗണിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇതുപോലെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം 3 കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഏത് പഠിക്കാം? നമ്മുടെ പ്രോബ്ലം 4. പ്രോബ്ലം 4 കണ്ടോ? ഇതില് ഇത് ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയി വരും. ബിക്കോസ് നമ്മളിപ്പോ കുറെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു, ഏകദേശം ഒന്ന് സോൾവ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ് അറിയാം. എങ്ങനെ ഇവിടത്തെ ഇനി എങ്ങനെയാണ് ഒരു റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫറെന്റ് ആംഗിളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് റിസോൾവ് ചെയ്യുക. വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പൊ ഇവിടെ ഇപ്പം പ്രശ്നം നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. ആംഗിൾ തരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ഈ ഫോഴ്സസിന്റെ ആംഗിൾ, അപ്പൊ ലീസ്റ്റ് ആംഗിൾ, ഈ ആംഗിൾ തീറ്റ നമുക്ക് വേണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, സോ എന്താണ് ഇവിടെ ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ? ആദ്യം മനസ്സിലാക്കുക, നമുക്ക് ഈ ആംഗിൾ കിട്ടണമെങ്കിൽ
ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. അപ്പൊ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും? 1 മീറ്റർ 1 മീറ്റർ. 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്കുണ്ടെങ്കിൽ ദിസ് ഈസ് 1 മീറ്റർ, ദിസ് ഈസ് 1 മീറ്റർ. അപ്പൊ ഇത് എന്ത് കിട്ടും? √2 കിട്ടും. സോ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതും എല്ലാം 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90, ഇത് 45, ഇത് 45, ഇത് 45, ഇതൊക്കെ 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. സോ അത് ആദ്യം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, ഏത് ആംഗിൾ എടുത്താലും ഇവിടെ 45 ഡിഗ്രി ആണ്. പിന്നെ 45 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. സൈനും കോസും ഒക്കെ മാറിപ്പോയാലും പേടിക്കണ്ട. ബിക്കോസ് sin 45 ഈസ് ഈക്വൽ ടു എന്താണ്? cos 45 ഈസ് ഈക്വൽ ടു 1/√2. sin 45 വന്നു കഴിഞ്ഞാൽ റിസോൾവ് ചെയ്യാൻ നിങ്ങൾ പേടിക്കരുത്, സന്തോഷിക്കുക. ബിക്കോസ് സൈനോ കോസോ മാറിപ്പോയാലും നമുക്ക് പ്രശ്നമില്ല, കറക്റ്റ് ആൻസർ കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? സിൻസ് ആംഗിൾ 45 ആയതുകൊണ്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നതിൽ ടെൻഷൻ വേണ്ട. അപ്പൊ ഈ 10നെ നമുക്ക് ആദ്യം രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അതിന്റെ കോമ്പോണൻസ് ഇനി കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. താഴോട്ടായത് കാരണം റൈറ്റിലോട്ടും ഡൗൺവേർഡും ആയിരിക്കും. ദിസ് ബിക്കംസ് 10 cos 45. ദിസ് ഈസ് എന്താണ്? 10 sin 45. അത് രണ്ടും കിട്ടി. ഇനി ഈ ഇവിടുത്തെ ഈ ഒരു 5 കിലോ ന്യൂട്ടന്റെ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഹൊറിസോണ്ടലി 5 cos 45ഉം മുകളിലോട്ട് എന്തായിരിക്കും? 5 sin 45ഉം അല്ലേ? ദിസ് ലൈസ് ഇൻ ദി ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇനി ഇവിടെ ആണെങ്കിലോ ദിസ് ലൈസ് ഇൻ ദി ഏത് ക്വാഡ്രന്റ് ആണ്? താഴോട്ടാണ്, ഫോർത്ത് ക്വാഡ്രന്റ്. എങ്ങനെയൊക്കെ വരും? ഇങ്ങോട്ട് 5 cos 45ഉം താഴോട്ട് എന്ത് കിട്ടും? 5 sin 45ഉം. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പൊ ഈ സ്റ്റെപ്പ് ചെയ്യാൻ നിങ്ങൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും സൈനും കോസും ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇത് സെപ്പറേറ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഒരു ഫസ്റ്റ് പ്രോസസ് ആയിട്ട് വരച്ച് കാണിക്കുക. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഏതാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. ഹൊറിസോണ്ടൽ ഫോഴ്സസ് നമുക്ക് ഏതൊക്കെ ഉണ്ട്? 1 2 3 മൂന്നെണ്ണത്തിന് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്. സോ ദിസ് വിൽ ബി, ഏതൊക്കെയാണ് പോസിറ്റീവ്? എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ ഈക്വൽ ടു 10 cos 45 പ്ലസ് 5 cos 45 പ്ലസ് 5 cos 45. അപ്പൊ ആൻസർ എത്ര കിട്ടും നമുക്ക്? മൂന്നിനെയും കൂടെ സം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സിഗ്മ എഫ് എക്സിന്റെ ആൻസർ 14.14 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏത് കിട്ടി? സം ഓഫ് ഫോഴ്സസിന്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കിട്ടി. ഇനി അടുത്ത ഏത് വരെ കണ്ടുപിടിക്കാം? സിഗ്മ എഫ് വൈ ഈക്വൽ ടു എന്ത് വരും? ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സസ് ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. നമ്മൾ ഡൗൺവേർഡ് നെഗറ്റീവ് ആയിട്ടും അപ്വേർഡ് പോസിറ്റീവ് ആയിട്ടും എടുക്കുന്നു ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്ത് വരും? നമുക്ക് ഡൗൺവേർഡ് ഉള്ളത് മൈനസ് 10 sin 45 പ്ലസ് എന്താണ്? ഇത് പോസിറ്റീവ് അല്ലേ, ഇത് മുകളിലോട്ടാണ് പോകുന്നത്. സോ ദിസ് ഇസ് പ്ലസ്. സോ പ്ലസ് 5 sin 45. ഇത് നെഗറ്റീവ് ആണ് അല്ലേ? ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് താഴോട്ട് വരുന്നു. സോ മൈനസ് 5 sin 45. അപ്പൊ മൂന്നെണ്ണത്തിന് നമുക്ക് വിത്ത് എങ്ങനെ നമുക്ക് സൈനോടെ ഡിറ്റർമിൻ ചെയ്തു. സിഗ്മ എഫ് ഐ എത്ര കിട്ടും? സിഗ്മ എഫ് ഐയുടെ വാല്യൂ നമുക്ക് മൈനസ് 7.07 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? സം ഓഫ് ഫോഴ്സസ് ഇൻ ദി എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കിട്ടി. ഇനി സിമ്പിൾ സൊല്യൂഷൻ എന്താണ്? ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് എന്തായിരിക്കും വരുന്നത്? തേർഡ് സ്റ്റെപ്പ്, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 14.14 സ്ക്വയർ പ്ലസ് 7.07 സ്ക്വയർ. റിസൾട്ടന്റ് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 15.81 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ റിസൾട്ടന്റ് വരെ കിട്ടി. ഇനി ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പൊ ഏത് ക്വാഡ്രന്റ് വരും? എക്സ് ഡയറക്ഷൻ പോസിറ്റീവ്, എക്സ് പോസിറ്റീവ് വരയ്ക്കുക. അത് എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് 14.14ഉം വൈ നെഗറ്റീവും അല്ലെ? എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. അപ്പം ഇറ്റ് ലൈസ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എത്രയൊക്കെയാണ്? 14.14ഉം എത്രയാണ് വരുന്നത്? 7.07. അപ്പം ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെയായിരിക്കും വരുന്നത്? നമുക്ക് ലൈസ് ഇൻ ദി ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ? ഈ ഒരു ഡയറക്ഷനിൽ ഇതിന്റെ റിസൾട്ടന്റ് വരും. വിത്ത് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ആർ ഈസ് ഈക്വൽ ടു 15.81. ഇനി എന്ത് വേണം? ഇതിന്റെ തീറ്റ കണ്ടുപിടിക്കണം. സോ തീറ്റ എത്ര കിട്ടും? സോ ഇതിന്റെ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതിന്റെയൊക്കെ വാല്യൂ അറിഞ്ഞു? ഇപ്പോ സിഗ്മ എഫ് എക്സ് അറിയാം,
സിഗ്മ FY അറിയാം, റിസൾട്ടൻറ്റും അറിയാം. ഓക്കെ, സോ സിഗ്മ FX is 14.14, സിഗ്മ FY is -7.07, റിസൾട്ടൻറ്റ് ഈസ് ഈക്വൽ ടു 15.81. നമ്മൾ കണ്ടുപിടിച്ച എല്ലാ ഡേറ്റയും അടുത്ത പേജിൽ എഴുതി. ഓക്കെ, സോ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ FY ബൈ സിഗ്മ FX. സോ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എത്ര കിട്ടും? y 7.07 ഡിവൈഡഡ് ബൈ 15. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? തീറ്റ 26.57 എന്ന് കിട്ടും. വേണമെങ്കിൽ റിസൾട്ടന്റ് തീറ്റ ഇവിടെ കണ്ടുപിടിക്കുക. എത്ര കിട്ടും? ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് 360 മൈനസ് തീറ്റ, സോ ആൻസർ ഈസ് 333.48 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? FX കിട്ടി, FI കിട്ടി, റിസൾട്ടന്റ് കിട്ടി, തീറ്റ കിട്ടി. ഇനി ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എബൌട്ട് പോയിന്റ് O നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എബൌട്ട് ദിസ് പോയിന്റ് നോക്കിയിട്ട് നമ്മുടെ റിസൾട്ടന്റ് എത്ര ഡിസ്റ്റൻസിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ. അതായത് ഇവിടെയും ഈ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ R × X ഈക്വൽ ടു എന്താണ്? നെറ്റ് മൊമെന്റ് ആണ്. പക്ഷെ ഇവിടെ അടുത്ത ചലഞ്ച് എന്താണ്? നമുക്ക് നെറ്റ് മൊമെന്റ് അറിഞ്ഞാല് റിസൾട്ടന്റും അറിയാം, എന്തറിയാം? മൊമെന്റും കണ്ടുപിടിക്കാം, എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പറഞ്ഞ നെറ്റ് മൊമെന്റ് എങ്ങനെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാന്ന് നോക്കാം. സോ നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് എത്രയാണെന്ന് അറിയാം. ദിസ് ഇസ് 10 cos 45, ദിസ് ഇസ് 10 sin 45, ദിസ് ഇസ് 5. ഓരോന്നിനും ഓരോ കളർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ എടുക്കുന്നതെന്ന് ക്ലിയർ ആവും, ബിക്കോസ് ഇവിടെ രണ്ടും 5 അല്ലേ. സോ ദിസ് ഇസ് 5 cos 5 sin 45 ആയതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. ഓക്കെ, ദിസ് ഇസ് 5 cos 45 and this is 5 sin 45, this is 5 cos 45. ഓക്കെ, ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാ അവർ എടുത്തതെന്നുള്ളത് ക്ലാരിറ്റി കിട്ടത്തില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ മൊമെന്റ് അബൌട്ട് O ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഇനി ഒരു കുറച്ച് ട്രിക്കി പാർട്സ് ഉണ്ട്. ഇവിടെ ഇപ്പൊ നമുക്ക് 6 കമ്പോണൻസ് ഉണ്ട്. ഈ 6 കമ്പോണൻസും മൊമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. സി ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്നില്ല. ഈ ഫോഴ്സ് കണ്ടോ? ഇത് നമ്മുടെ ഷിജു PPയെ വീണ്ടും നമ്മൾ ഓർക്കുക. ഇതാണ് നമ്മുടെ കൊമ്പ് അല്ലെ? മരത്തിന്റെ കൊമ്പിൽ പോയിന്റ് A തന്നെ ഫോഴ്സ് എത്ര കൊടുത്താലും എന്തുണ്ടാവില്ല? മൊമെന്റ് ഉണ്ടാവില്ല. സോ ഈ ലൈനിൽ എത്ര ഫോഴ്സ് കൊടുത്താലും മൊമെന്റ് ഉണ്ടാവില്ല. സോ ദിസ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു അവർ മൊമെന്റ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയറക്ഷൻ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഐദർ കോസ് ടെൻഷൻ ഓർ അകത്തോട്ടാണെങ്കിൽ ഇറ്റ് വിൽ കോസ് കംപ്രഷൻ. സോ നമുക്ക് ഏതൊക്കെ ഫോഴ്സസ് കാരണം മൊമെന്റ് ഇല്ല? 5 cos 45ഉം 10 sin 45ഉം നമ്മൾ എന്തിനെടുക്കണ്ട? മൊമെന്റിന് എടുക്കണ്ട. ബിക്കോസ് അവിടെ രണ്ട് സ്ഥലത്തും എന്തില്ല? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. കാര്യം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തുകൊണ്ടില്ല? ഇത് ഈ ലൈനിലാണ്, ഇതും ഈ ലൈനിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിസ്റ്റൻസ് ഇല്ല. സോ R ബീയിങ് 0 എന്തില്ല? അത് രണ്ടും നമുക്ക് ഈ പറഞ്ഞ മൊമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? സി, അപ്പം ഇവിടെ വരുന്ന 10 sin 45 എടുക്കുന്നില്ല. 10 cos 45 കണ്ടോ? ഇതിപ്പോ ഒരു ഇവിടെ നമ്മൾ ഇതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇപ്പൊ ഇങ്ങനെയാണ് ഈ ഇരിക്കുന്ന പൊസിഷൻ കണ്ടോ? ഇത്രയും ഹൈറ്റ് ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞ ഏതാണ് OA എന്ന് പറഞ്ഞ് ഞാൻ ആ പോയിന്റിനെ മാർക്ക് ചെയ്യാം. ദിസ് ഇസ് OA എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ്, ഇതാണ് O, ഇതാണ് A. ഇത്രയും ഡിസ്റ്റൻസിന്റെ ആ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 2 മീറ്റർ അല്ലെ? ഇവിടെ ഇത്രയും നമുക്ക് മനസ്സിലാവും, ഇത്രയുണ്ട്, 2 മീറ്റർ ഉണ്ട് ഇത്രയും ഡിസ്റ്റൻസ്. സോ ഈ 2 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ നിന്ന് ഈ 2 മീറ്റർ ഹൈറ്റിലാണ് ഈ മൊമെന്റ് എന്ത് ആക്ട് ചെയ്യുന്നത്? 10 cos 45 മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 10 cos 45 എടുക്കുമ്പോൾ അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ വരുന്നത്? ഇത്രയും ഡിസ്റ്റൻസ്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അതും ഡയറക്ഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആയിട്ട്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 മീറ്ററും ക്ലോക്ക് വൈസ് ഡയറക്ഷനും. സോ 10 cos 45 എടുക്കുമ്പോൾ moment is equal to 10 cos
45 ഇൻറ്റു 2, അത് ക്ലോക്ക് വൈസ്. ഇപ്പൊ 10 sin 45 നമ്മൾ എടുത്തില്ല, ഏതെടുത്തു? 10 cos 45 ഇൻറ്റു 2 വന്നു. ഇനി അടുത്ത നമുക്ക് ഇതെടുക്കാം, ഈ ലൈൻ. ഓക്കെ, വാല്യൂസ് എടുക്കാം. അതില് നമ്മുടെ പൊസിഷൻ ഒ എന്ന് നോക്കുക. ഒ എന്നാണ് നമ്മൾ എല്ലാം നോക്കുന്നത്. 1 മീറ്റർ മാറി മേളിലോട്ട് ആര് ആക്ട് ചെയ്യുന്നു? 5 sin 45. അപ്പൊ ഇത് എങ്ങോട്ട് കറങ്ങുന്നു? ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് മൈനസ് 5 sin 45 ഇൻറ്റു 1. ആൻഡ് ഇതിന്റെ 5 cos 45 ഞാൻ പറഞ്ഞു എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല? മൊമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് ഇറ്റ് വിൽ കോസ് ഫ്രം ഒ എന്നുള്ള ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കോസിങ് ടെൻഷൻ ഓൺലി, നോ മൊമെന്റ്. ഓൺലി എന്താണ്? ടെൻഷൻ മാത്രം. ഇനി നമുക്കുള്ളത് ഏതാണ്? ഈ 5 കിലോ ന്യൂട്ടൺ. ഓക്കെ, 5 കിലോ ന്യൂട്ടൺ രണ്ട് ഫോഴ്സസ് ഉണ്ട്. 5 cos 45 ഉണ്ട്, 5 sin 45 ഉണ്ട്. നമുക്ക് ആദ്യം 5 sin 45 എടുക്കാം. സോ 5 sin 45 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് എത്ര ഡിസ്റ്റൻസ് ആണ്? 2 മീറ്റർ മാറി, ഇവിടുന്ന് 2 മീറ്റർ മാറി ഇവിടെ ആക്ട് ചെയ്യുന്നു. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് 5 sin 45യുടെ? ഇത്രയും ഡിസ്റ്റൻസ് വിച്ച് ഈസ് 2 മീറ്റർ അല്ലേ? അപ്പൊ ഈ 2 മീറ്റർ എങ്ങനെയാണ് കറക്കുന്നതിന്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പ്ലസ് 5 sin 45 ഇൻറ്റു 2. ക്ലിയർ ആണോ? ഇനിയുള്ളത് ഏതാണ്? നമ്മുടെ ഒരേ ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് 5 cos 45. ഈ രണ്ടെണ്ണം മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഈ 5 cos 45 കൂടെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണ്. നിങ്ങൾ മൊമെന്റ് എടുക്കാൻ പ്രബുദ്ധരായി. വേറെ ഇനി ഒരു സംശയവും ഇല്ല. നിങ്ങൾക്ക് എത്ര വലിയ പ്രോബ്ലം കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം ക്ലിയർ. 5 cos 45 എവിടെ വരും? ഇതിന്റെ ഒറിജിൻ നമ്മൾ നോക്കുക. ഞാൻ ശ്രദ്ധിച്ചു, ഇത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഓക്കെ, സി ഇതല്ലേ പോയിന്റ് ഓഫ് ഒറിജിൻ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു ലൈനിലോട്ട് എവിടെ വേണേലും വെക്കാം. അപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള എഫക്റ്റ് നമുക്ക് ഇവിടെ കൊടുത്താലും സെയിം എഫക്റ്റ് ആയിരിക്കും. അതായത് ഒരു വെക്ടറിന് നമുക്ക് ഒരു ലൈനിൽ എങ്ങോട്ട് വേണേലും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇതിന്റെ നമ്മൾ ഫ്രം ഒ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഒയുടെ ഒറിജിനിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഉള്ളത്? 2 മീറ്റർ. സോ ഈ എഫക്റ്റിന് നമുക്ക് ഇൻഡു, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒരു ഇതുപോലൊരു ഒബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ എൽ ഷേപ്പിലുള്ള ഒരു ക്ലാമ്പ് എടുക്കുക. ഈ ക്ലാമ്പിൽ നിങ്ങൾ ഇങ്ങോട്ട് പ്രൊജക്ഷൻ കൊടുത്ത് എത്ര ഫോഴ്സ് കൊടുത്താലും ഈ എൻറ്റയർ ക്ലാമ്പ് ഒറ്റ പീസ് അല്ലേ? അപ്പൊ ഇതിന് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? ആക്ട് ചെയ്യുന്ന മൊമെന്റ്. അതിപ്പോ നമ്മൾ ഈ ലൈനിൽ ഇവിടെ നിന്ന് കുറച്ച് പീസും കൂടി എടുത്ത് അതിനെ വലിച്ചാലും ഇതിന് എഫക്റ്റ് ആവുന്നത് ഇത് തന്നെയാണ്. ഇത് ഇത്രയും ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വലിച്ചാലും ഇത് തന്നെയാണ്. ഇത്രയും ഡിസ്റ്റൻസ് പോയിട്ട് വലിച്ചാലും സെയിം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏത് മാത്രമേ ഉള്ളൂ? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഈ ലൈനുമായിട്ട് ആ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതാണ്? ഇതിന്റെ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് നമ്മൾ എടുത്താൽ മതി. സോ അത് എത്ര വരും ഇവിടെ? 5 cos 45ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഫ്രം ഒ ടു എ ഡിസ്റ്റൻസ് തന്നെ വരും. അതും എങ്ങോട്ട് തന്നെയാണ് കറക്കുന്നത്? ഇൻ ദ ക്ലോക്ക് വൈസ്. സോ പ്ലസ് 5 cos 45 ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര തന്നെയാണ്? 2. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നിയർലി 24.75 കിലോ ന്യൂട്ടൺ മീറ്റർ പോസിറ്റീവ് ആയത് കാരണം ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഒരു ആന്റി ക്ലോക്ക് വൈസേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 24.75 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് കിട്ടി. അപ്പോ ഇവിടെ നമുക്ക് അൺനോൺ ആയിരുന്നത് ഏതായിരുന്നു? മൊമെന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്തും കിട്ടി. ഇപ്പോ മൊമെന്റ് എത്ര കിട്ടി? 24.75 കിലോ ന്യൂട്ടൺ മീറ്ററും കിട്ടി. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ റിസൾട്ടന്റ് നമുക്ക് ഇവിടെ ഇപ്പൊ എത്രയാണെന്ന് അറിയാം. റിസൾട്ടന്റ് ഈ പോയിന്റ് ഒ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷൻ? ഈ ഒരു ഡയറക്ഷനിലാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ എന്താണ് വേണ്ടത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് വേണം. അപ്പം ഈ ആറിന്റെ ഡിസ്റ്റൻസ് 6 ഇൻറ്റു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 24.75. ആറിന്റെ വാല്യൂ എത്രയാണ്? 24.75 ഡിവൈഡഡ് ബൈ ആർ ഈസ് 15.81. സോ എക്സിന്റെ വാല്യൂ 1.57 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ,
ഇത് നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് കാണിക്കാം, ഇതേ ഫിഗറിൽ തന്നെ കാണിക്കാം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോയിന്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുക, ഈ പോയിന്റ് O എന്ന് റെപ്രസെന്റ് ചെയ്യുക, ഈ ഡയറക്ഷനിലാണ് R ആക്ട് ചെയ്യുന്നത് കാണിക്കുക, ഇങ്ങനെ വരച്ചിട്ട് എക്സ് വാല്യൂ ഇത്രയും കാണിച്ചു കൊടുത്താലും മതി ആൻസർ ഷീറ്റിൽ. കാര്യം ഇത്രയും ഫിഗർ പിന്നെ വരച്ചിട്ട് നിങ്ങൾ അതുപോലെ R വരയ്ക്കാന്നൊക്കെ പറയുന്നത് അതിന് ടൈം ടേക്കിംഗ് പ്രോസസ്. ഇവിടെ എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത്ര സിമ്പിൾ അല്ല. അതുകൊണ്ട് സമയം നിങ്ങൾക്ക് ഒട്ടും തികയുന്ന ഒരു എക്സാം ഒന്നും അല്ല, അത് നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻ ചെയ്ത് ഈ ഫിഗറൊക്കെ വീണ്ടും വരച്ച് അതിൽ ഈ R ഒക്കെ കാണിക്കാൻ നിൽക്കുന്നത് സമയം നഷ്ടമാണ്. സോ അതുകൊണ്ട് R-ന്റെ വാല്യൂ ഇവിടെ എഴുതുക, നമുക്ക് എക്സ് എത്ര കിട്ടിയെന്ന് എഴുതുക. ഈ ഒരു സിമ്പിൾ ഫിഗർ മതി അത് കാണിക്കാൻ. ഓക്കെ, അപ്പൊ സോ കീ പോയിന്റ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണിക്കണം? Fx-ന്റെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, Fy-ന്റെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, R കണ്ടുപിടിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, തീറ്റ കണ്ടുപിടിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ 1.57 കാണിക്കുക. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, ദെൻ ഈ ഫിഗർ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണോ ചോദിക്കുന്നത് ആ ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് അടുത്തൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഇതില് നമുക്കൊരു എന്താണ് ഒരു ലൈൻ പോലെ, ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ്, ഒരു തിൻ പ്ലേറ്റിൽ ഒരു 2 ഡയമെൻഷണൽ പ്ലേറ്റ് എക്സും വൈയും ഉള്ള ഒരു പ്ലേറ്റിൽ ഡിഫറെന്റ് ഫോഴ്സസ് പല പൊസിഷൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത്, റിസൾട്ടന്റ് സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? Fx, സിഗ്മ Fy, മൊമെന്റ്, പിന്നെ തീറ്റ, നെറ്റ് മൊമെന്റ് R×X. ഇത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആ പൊസിഷൻ ഓഫ് എക്സും കാണിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ടു ഫൈൻഡ്, ഇതിന് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്ത് മാറ്റുക. റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇങ്ങോട്ടും. ഇത് അടുത്തൊരു ചലഞ്ചാണ്. നമുക്ക് കണ്ടോ, ആരോ ഇങ്ങോട്ട് കിടക്കുന്നു ഈ സാധനത്തിന്. അത് ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഏതാണ്? ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ പല പിള്ളേരും പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് തെറ്റാൻ കൂടുതൽ ചാൻസ് ഉള്ള പ്രോബിലിറ്റി നിങ്ങൾ ഇങ്ങനെയും ഇങ്ങനെയും റിസോൾവ് ചെയ്ത് കാണിക്കും. അപ്പം തെറ്റാൻ പോകുന്നത് എവിടെയാണ്? ഇത് ബിക്കോസ് ഇവിടെ നമുക്ക് പോയിന്റ് ഉണ്ട്. ഈ നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇവിടത്തെ ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇനി ഒരു ഡിസ്റ്റൻസ് എയും ബിയും ആയിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തെറ്റും? നിങ്ങൾക്ക് കൺസ്ട്രെയിൻ വരുന്നത് ഈ ഫോഴ്സ് വന്ന് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ആ ഫോഴ്സിന്റെ എഫക്റ്റ് എവിടെ വരുന്നതായിട്ട് തോന്നും? അവിടെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ എഫക്റ്റ് എവിടെ വരുന്നുള്ളൂ? ബിയിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ് എഫക്റ്റും വരുന്നത് എവിടെയാണ്? ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആക്ട് ചെയ്യുന്ന ബിയിലാണ്. ഈ പോയിന്റിലാണ് അതിന്റെ ഹൊറിസോണ്ടലും സ്റ്റാർട്ട് ചെയ്യുന്നതോ തുടങ്ങുന്നതോ. മനസ്സിലായോ? അപ്പം വെർട്ടിക്കൽ കാണിക്കുമ്പോൾ എപ്പോഴും ഏത് പോയിന്റിലോട്ട് കാണിക്കുക? ഇപ്പൊ ഇതാണ് ബി എങ്കിൽ ബിയിലോട്ടായിരിക്കും ഇതിന്റെ 40 sin 60 ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഞാൻ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾ പലരും മാറ്റിയെടുക്കും, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ എടുത്താലേ നമുക്ക് ആൻസർ വളരെ എളുപ്പത്തിലും ആക്യുറേറ്റ് ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ഒക്കെ തെറ്റിക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ എടുക്കുക. സോ ഇതിന്റെ ഹൊറിസോണ്ടൽ എങ്ങോട്ട് വരും? ഈ ഡയറക്ഷനിൽ 40 cos 60. ഇപ്പൊ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നമ്മൾ ഏതാണ് കണ്ടുപിടിക്കുന്നത്? മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇപ്പൊ ഫോഴ്സ് ആണ്, ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി 80യുടെ വെർട്ടിക്കൽ കമ്പോണന്റ് എവിടെ ആക്ട് ചെയ്യും? 80 sin 60. ഇതാണ് 80യുടെ ഹൊറിസോണൽ കമ്പോണന്റ്, 80 cos 60. പിന്നെ ഉള്ളത് 3 ഫോഴ്സ് ഉണ്ട്. അതിൽ അവസാനത്തെ ഫോഴ്സ് ഏതാണ്? 20. 20യുടെ ഹൊറിസോണ്ടൽ ഇവിടെ വരും, സോറി വെർട്ടിക്കൽ ഇവിടെ വരും, ഹൊറിസോണ്ടൽ ഇവിടെ വരും. അപ്പൊ ദിസ് ഇസ് 20 sin 60. ഇതെന്ത് കിട്ടും? 20 cos 60. എല്ലാം സെയിം ആംഗിൾ ആയതുകൊണ്ട് എളുപ്പമുണ്ട്, പറയാൻ എളുപ്പമുണ്ട്. ഓക്കെ, സോൾവ് ചെയ്യാൻ വലിയ എളുപ്പമൊന്നും അത് കാരണം കിട്ടില്ല. അപ്പൊ നമുക്ക് എത്ര ഫോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലായി? 6 ഫോഴ്സസ് ഉണ്ട്. അപ്പൊ സിഗ്മ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ സം എടുക്കാം. എത്ര എണ്ണം വരണം? 3 ഫോഴ്സ് വരണം. 3 ഫോഴ്സിന്റെ 3 ഹൊറിസോണ്ടൽ സെക്ഷൻ. അപ്പൊ എന്തൊക്കെ വരും? ഇതിന്റെ ഹൊറിസോണ്ടൽ അപ്പൊ 40 cos 60, 20 cos 60, 3 ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ഹൊറിസോണ്ടലിന്റെ എടുക്കുമ്പോൾ ഏത് വരും? പ്ലസ് 40 cos 60. പിന്നെ ഏതുണ്ട് നമുക്ക്? ഈ 80 sin 60യുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ദാറ്റ് ഈസ് അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പൊ -80 cos 60. പിന്നെ ഏതും വരും? നമ്മുടെ മൂന്നാമത്തെ 20 -20 cos 60. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ
30 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ സം ഓഫ് ഫോഴ്സസ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കുമ്പോഴോ സിഗ്മ എഫ് ഐ വരുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് ഇതിന്റെ എല്ലാം വെർട്ടിക്കൽ ഫോഴ്സ്, വെർട്ടിക്കൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 3 എണ്ണമാണ് ഉള്ളത്. 40 sin 60, 80 sin 60യും 20 sin 60യും. എല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഡൗൺവേർഡ് ആണ്. സോ എല്ലാം മൈനസ് ആയിട്ട് എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 40 sin 60 മൈനസ് 80 sin 60 മൈനസ് 20 sin 60. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ മൈനസ് 121.24 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? എക്സ് ഡയറക്ഷനും കിട്ടി, വൈ ഡയറക്ഷനും കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 121 സ്ക്വയർ. സോ റിസൾട്ടന്റിന്റെ വാല്യൂ 124.90 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തീറ്റ കണ്ടുപിടിക്കണം. ഇവിടെ രണ്ടും എങ്ങനെയാണ് വരുന്നത്? നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ നെഗറ്റീവ് എക്സ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് 30 ടുവേർഡ്സ് നെഗറ്റീവ് സൈഡും ഇവിടെ എങ്ങനെ വരും? 121 താഴോട്ടും വരും. റിസൾട്ടന്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഈ വാല്യൂ 124 ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ആംഗിൾ തീറ്റ ഇനി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ സിഗ്മ എഫ് എക്സ് എത്ര കിട്ടി? നമുക്ക് മൈനസ് 30 ന്യൂട്ടൺ കിട്ടി. സിഗ്മ എഫ് ഐ എത്ര കിട്ടും? മൈനസ് 121.2 ന്യൂട്ടൺ കിട്ടും. റിസൾട്ടന്റ് എത്ര കിട്ടി? റിസൾട്ടന്റ് 124.90 ന്യൂട്ടൺ കിട്ടി. തീറ്റ നമ്മൾ കണ്ടുപിടിച്ചില്ല. തീറ്റ എങ്ങനെ കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 121/30. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയുടെ ആൻസർ 76.10 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ ഈ തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. തീറ്റ എത്രയാണ്? 76.10 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ഇവിടെയും നമ്മുടെ ട്വിസ്റ്റ് എന്താണ്? മൊമെന്റ് കണ്ടുപിടിക്കണം. മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? ആർ ഇൻറ്റു എക്സ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇതിന്റെ നെറ്റ് റിസൾട്ടന്റ് സിസ്റ്റത്തിൽ ഈ മൂന്ന് ഫോഴ്സസ് 40 ന്യൂട്ടൺ, 80 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ മാറ്റി ഒരു സിംഗിൾ ഫോഴ്സ് ഏതായിട്ട് റീപ്ലേസ് ചെയ്യാം? 124 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അതിനെ എവിടെ പൊസിഷൻ ചെയ്യണം? അല്ലെ, നമ്മുടെ സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ച അതേ കാര്യമാണ്. സെക്കൻഡ് പ്രോബ്ലത്തിൽ എന്തായിരുന്നു? എല്ലാ ഫോഴ്സസും ഒരു ഡയറക്ഷൻ ആയിരുന്നു. ഇതുപോലെ എന്തില്ലായിരുന്നു? ഈ ഇ എഫ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്നും പോകുന്ന ഒരു പാറ്റേണും ഇല്ലായിരുന്നു. അതുകൊണ്ട് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. അപ്പൊ ഇവിടത്തെ മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദിസ് റീജിയൻ. അപ്പം ഈ ഒരു റീജിയൻ ഇങ്ങനെ വന്നാൽ എങ്ങനെ നമ്മൾ മൊമെന്റ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റോടെ മനസ്സിലാക്കിയാലേ ഇപ്പൊ ചോദിക്കുന്ന പോലെയുള്ള ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഈ പല പരിപാടിയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് സോൾവ് ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം സോൾവ് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും കിട്ടും. പക്ഷെ സമയം ഒരുപാട് നമ്മൾ കളയേണ്ടി വരും. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാടുള്ള ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയില്ലെങ്കിൽ കേരളത്തിലുള്ള ആർക്കും സിമ്പിൾ ആവില്ല. സോ ഡോണ്ട് വറി. ഇത്രയും ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മിനിമം നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഓക്കെ, സോ ഇതിന്റെ മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കണം? അടുത്ത നമ്മൾ പോകുന്നത് m0 കണ്ടുപിടിക്കാനാണ്. മൊമെന്റ് m0 കണ്ടുപിടിക്കണം. മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഗെയിൻ ഇതിനെ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. ഇതെന്താണ്? 40 sin 60. ഇതെന്താണ്? 40 cos 60. ഇതെന്താണ്? 80 sin 60. ഇതെന്താണ്? 80 cos 60. ഇത് 20 sin 60. ഇവിടെ 20 cos 60. അപ്പൊ ഇവിടെയും നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് മൊമെന്റ് അബൌട്ട് നമ്മൾ ഏത് പോയിന്റ് ആണ് എടുക്കുന്നത്? അബൌട്ട് ദ പോയിന്റ് എ. റിസൾട്ടന്റ് ഫ്രം പോയിന്റ് എ ആണ് നമ്മൾ കറക്റ്റ് ഫോഴ്സ് എവിടെയാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിസൾട്ടന്റ് സിസ്റ്റം ഫ്രം പോയിന്റ് എ കൺസിഡർ ചെയ്ത് ചെയ്യാനായിരിക്കും. അപ്പൊ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നു. എയിലാണ് ആര് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൊമെന്റ് എടുക്കണം, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പൊ ഇവിടെയും
നമ്മൾ ഏതിനൊക്കെ വേണം വേണ്ട എന്ന് ആദ്യമേ തീരുമാനിക്കുക. 40 cos 60 കാരണം മൊമെന്റ് ഉണ്ടാവൂ, അത് ഇൻ ദ ലൈനിൽ എങ്ങനെ വലിക്കുന്നു, സെയിം ഡയറക്ഷൻ, നോ മൊമെന്റ്. 40 sin 60 ഉണ്ടാവും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത്രയാണ്, അപ്പൊ അതിന്റെ ചടങ്ങ് തീർന്നു. അപ്പൊ ഇതുണ്ട്, ഇതില്ല. ഇനി 80 sin 60 കുറച്ച് മാറി 80 ഉണ്ട്, മൊമെന്റ് ഉണ്ടാക്കും. 80 കോസ് കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ മാത്രമേ ഉള്ളൂ, അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അപ്പൊ 1 ആയി 2 ആയി, 2 എണ്ണം മൊമെന്റിന് എടുക്കണം. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്, അതിൽ ഈ 20 sin 60 ഉണ്ട്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു എൽ സെക്ഷൻ കൊടുത്താലും അവിടെ കൊടുത്താലും ഇതെന്ത് ചെയ്യും, ബെൻഡ് ആവും. പിന്നെ ഇവിടെ അപ്പം ഇതും എടുക്കാം. ഇനി എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഈ ഒരൊറ്റ സാധനമായിരിക്കും നിങ്ങളെ പരീക്ഷയ്ക്ക് തെറ്റിക്കുന്നത്. ഇത് ഇത്രയും എല്ലാവർക്കും കറക്റ്റ് കിട്ടും, ഈ ഒരു സംഗതിയുടെ ഡൗട്ട് വരാം. അപ്പം ഇത് നമ്മൾ നേരത്തെ ആ സ്ക്വയറിന്റെ പ്രോബ്ലം ചെയ്ത് മനസ്സിലായെങ്കിൽ ഇത് മനസ്സിലാവും. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഈ 2 cos 60 എങ്ങോട്ട് വേണേലും മാറ്റാം. ഈ ലൈനിൽ ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അപ്പൊ ഇത് ഈ ലൈനിലായിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് താഴോട്ട് എത്ര ഡിസ്റ്റൻസ് ആണ്, 2 മീറ്റർ ഡിസ്റ്റൻസ് വന്നത് കൊണ്ട് ഇവിടത്തെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ 20 cos 60യുടെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് എത്ര മീറ്റർ, 2 മീറ്റർ. ഇത് സെയിം ആ സ്ക്വയർ നമ്മൾ റെക്ടാങ്കുലറിന്റെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഏതെടുക്കാം, 40 sin 60 into 2 plus 80 sin 60 into 2 4 2 8 അല്ലേ. പിന്നെ ഇനി ഏതും കൂടെ ഉണ്ട്, പ്ലസ് 20 sin 60 into 2 4 8 10 12. ഇനി ഏതും കൂടെയാണുള്ളത്, 20 cos 60, പോസിറ്റീവ് തന്നെ, പ്ലസ് എന്താണ് 20 cos 60 into 2. അപ്പൊ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ എല്ലാം ക്ലോക്ക് വൈസ് ആണ്, നമുക്ക് എത്ര കിട്ടും, 851.38 ന്യൂട്ടൺ മീറ്റർ ഇൻ ദി ഏത് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോ ഏത് മനസ്സിലായി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയും ഫോഴ്സസ് തന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നെറ്റ് മൊമെന്റ് അബൌട്ട് പോയിന്റ് എ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൈനൽ റിസൾട്ടന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മൊമെന്റ് അബൌട്ട് ടോട്ടൽ മൊമെന്റ് എത്രയാന്ന് കിട്ടി, 851.38 851.38 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി this 851.38 ന്യൂട്ടൺ മീറ്റർ ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്, നെറ്റ് റിസൾട്ടന്റ് ഇൻറ്റു എക്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റിസൾട്ടന്റ് എത്രയാണെന്ന് അറിയാം, 124 ആണെന്ന് അറിയാം അല്ലെ. സോ നമ്മൾ ഓക്കെ, റിസൾട്ടന്റ് അറിയാം, തീറ്റയുടെ ഡയറക്ഷൻ അറിയാം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ മനസ്സിലാവാനാണ് ഞാൻ ഇത് പറയുന്നത്. എഴുതുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ ഇതെല്ലാം കാണും. അപ്പം മൊമെന്റ് റിസൾട്ടന്റ് എത്രയായിരുന്നു ഇവിടെ, റിസൾട്ടന്റ് ഈസ് 124. സോ റിസൾട്ടന്റ് R 124 ആണ് ന്യൂട്ടൺ. മൊമെന്റ് നമ്മൾ ചെയ്തു, റിസൾട്ടന്റ് R 124 കിട്ടി. മൊമെന്റ് എത്ര കിട്ടിയത്, മൊമെന്റ് അബൌട്ട് എ ഈസ്, ഇതെവിടെ എ ആണ് എടുക്കുന്നത്, ഇറ്റ് ഈസ് 851.38 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇവിടെ കിട്ടി, ഏത് ഡയറക്ഷൻ, R ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് എന്താക്കാൻ പോകുന്നു, ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എത്രയാണ്, റിസൾട്ടിന്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്, ഈ സെയിം ഡയറക്ഷനിലാണ് നമുക്ക് R കിട്ടാൻ. ഓക്കെ, സോ ഈ റിസൾട്ടന്റിന്റെ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ, ഈ എക്സ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, നമുക്ക് R ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എക്സ് ചെയ്യുമ്പോഴും മൊമെന്റ് എത്ര വേണം, 851.38 കിട്ടണം. സോ എക്സ് എത്ര കിട്ടും, 851.38 divided by 124. So the x value is equal to 6.82 meter. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വരയ്ക്കുമ്പോൾ ഈ റെഡ് ലൈൻ മാത്രം വരച്ചാൽ മതി. അതായത് റിസൾട്ടന്റ് കാണിക്കുക, ഒരു പോയിന്റ് എ കാണിക്കുക, എന്ന് റിസൾട്ടന്റെ ഡയറക്ഷൻ ഈ എക്സ് ഡിസ്റ്റൻസ് ഇത്രയും വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയി.
ഓക്കെ, അല്ലാണ്ട് ഈ ഫുൾ സെക്ഷൻ വരയ്ക്കാനൊന്നും നിൽക്കണ്ട. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇവിടെ എവിടെ പൊസിഷൻ വരുമെന്ന് കാണിച്ചതേ ഉള്ളൂ. ഫൈനൽ ആൻസർ ഷീറ്റിൽ ഏത് മാത്രം മതി, ഈ ഒരു ആൻസർ മാത്രം വരച്ചാൽ മതി. ഓക്കെ, സോ നമ്മുടെ 5th പ്രോബ്ലം ക്ലിയർ ആയി. സോ നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കാം, പ്രോബ്ലം നമ്പർ 6. അപ്പോൾ ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് പോലെ ഞാൻ പറയുന്നുള്ളൂ. ഇത് ലാസ്റ്റ് പ്രോബ്ലം, നിങ്ങൾ തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കി നോക്കുക കേട്ടോ. ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഇത് യൂണിവേഴ്സിറ്റി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ ക്വസ്റ്റ്യൻ എന്ന് തോന്നും, പക്ഷെ ഇത്രയും നേരം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 കണ്ടീഷനിലുള്ള എന്ത് കാണിക്കണം, മൊമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ ആണ്, ആക്ടിങ് ഓൺ പോയിന്റ് എ അല്ലെ. ഫസ്റ്റ് തീറ്റ എത്ര ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രി. അപ്പൊ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ ഇത് എങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ ഒരു ഫിഗർ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, സോ തീറ്റ എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രി. അപ്പൊ ഈ ഫോഴ്സ് ഇപ്പം എങ്ങനെയായിരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അല്ലെ. എഫ് ഇങ്ങനെ ഇരിക്കുന്നു, വിത്ത് വാട്ട് മാഗ്നിറ്റ്യൂഡ് 10 കിലോ ന്യൂട്ടൺ. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ പോയിന്റ് ഏതാണ്, ഓ. കാൽക്കുലേറ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഓയിലാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്, പോയിന്റ് എയിലാണ് ഈ പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് 5 മീറ്റർ തന്നിട്ടുണ്ട്, ഇത്രയും 2.5 ആണ്, ഇത്രയും 4.33 ആണ്. ഇത് കേസ് 1. കേസ് 1 വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. നമ്മുടെ നെറ്റ് മൊമെന്റിന്റെ ആൻസർ എന്തായിരിക്കും ഇവിടെ, മൊമെന്റ് എങ്ങനെ വരും, ഈ എഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതല്ലേ. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഓയിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2.5. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ. അപ്പൊ എന്ത് വരും, ഫോഴ്സ് എത്രയാണ്, എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇവിടെ എത്രയാണ്, ബീങ് ഇൻ 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 2.5 മീറ്റർ. അപ്പൊ എന്ത് വരും, 2.5 മീറ്റർ. മൊമെന്റ് ഈസ് ഈക്വൽ ടു 25 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഫസ്റ്റ് കേസിന്റെ ആൻസർ ഇറ്റ് ഈസ് എത്രയാണ്, 25 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 30 ഡിഗ്രി തീറ്റ പറയുമ്പോൾ നമ്മുടെ ഇതില് ഇതും 30 ഡിഗ്രി അല്ലേ. അപ്പൊ ഫോഴ്സ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് പാരലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു സെയിം ലൈനിൽ തന്നെയാണ് ആരും ആക്ട് ചെയ്യുന്നത്, ഈ ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 30 ഡിഗ്രി. അപ്പം ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, ഒ എയില് ദിസ് വിൽ ഐദർ കോസ് എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ ഇവിടെ. ഇതിപ്പോ 2.5 മീറ്റർ ആണെങ്കിലും ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, ഇതേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ലൈനിൽ പിടിച്ച് വലിച്ചാലോ അങ്ങോട്ട് കൊടുത്താലോ ഇറ്റ് വിൽ ഐദർ കോസ് ടെൻഷൻ ഓർ കംപ്രഷൻ. അപ്പൊ ഇവിടെ മൊമെന്റ് എത്രയാണ് വരുന്നത്, നമുക്ക് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര തന്നെ 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു എത്ര കിട്ടും, ഫോഴ്സ് ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് എത്ര തന്നെ വരും, അത് 0 തന്നെ വരും. ഓക്കെ, ക്ലിയർ ആണോ. നെക്സ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് തീറ്റ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. 90 ഡിഗ്രി പറയുമ്പോൾ നമ്മുടെ ഫോഴ്സ് ഈ ഒരു ലൈനിൽ നോക്കുമ്പോൾ 90 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 10 കിലോ ന്യൂട്ടൺ. ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്, 4.33. ഇത്ര എത്രയാണ് വരുന്നത്, 2.5 മീറ്റർ. അപ്പം ഓ പോയിന്റ്. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇട്ടതിന്റെ റീസൺ, നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി. ഇനി വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൊമെന്റിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എന്ത് വരും, ചുമ്മാ കണ്ടിട്ട് പറഞ്ഞു മനസ്സിലങ്ങ് വിചാരിക്കാം. ഫോഴ്സ് എന്ന് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കിട്ടുന്നത്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് എത്രയാണ്, 10. അപ്പൊ നമുക്ക് മൊമെന്റ് എന്ത് വരും, മൊമെന്റ് അബൌട്ട് പോയിന്റ് O ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ വരുന്നത്, കറക്റ്റ് 4.33. അപ്പൊ എത്ര വരും, 10 ഇൻറ്റു 4.33 അല്ലേ. അപ്പൊ എന്ത് വരും, ഈസ് ഈക്വൽ ടു 43.3 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ. അപ്പൊ 3 കേസും നമുക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന്. ഇനി അടുത്ത ലാസ്റ്റ് കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ മാക്സിമം മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് പോയിന്റ് O. അതായത് ഈ പോയിന്റ് O ന്ന് നോക്കുമ്പോൾ മാക്സിമം മൊമെന്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ഏത് പൊസിഷനിൽ ഇരിക്കണം. അതായത് മാക്സിമം മൊമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കണം ഫോഴ്സിനെ കീപ്പ് ചെയ്യാൻ,
ഇത് എത്രയാണ് O to A ഡിസ്റ്റൻസ്. മാക്സിമം ഡിസ്റ്റൻസ് ഇവിടെ ഉള്ളത് ഏതാണ് 5 മീറ്റർ. അപ്പം മൊമെന്റ് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഔട്ട് ഓഫ് ദീസ് 3 ഡിസ്റ്റൻസ് ഏതാണ് ഏറ്റവും വലിയ ഡിസ്റ്റൻസ് 5 മീറ്റർ. അപ്പൊ ആ 5 മീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക ഫോഴ്സ്. അപ്പൊ 5 മീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എന്തെന്ന് വിളിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ നെറ്റ് മൊമെന്റ് അബൌട്ട് O will be equal to A will be equal to O അല്ലേ, നെറ്റ് മൊമെന്റ് അബൌട്ട് O will be equal to F എത്രയാണ് 10 കിലോ ന്യൂട്ടൺ. 10 കിലോ ന്യൂട്ടൺ ഇൻറ്റു 5 വിച്ച് ഈസ് നത്തിങ് ബട്ട് 50 കിലോ ന്യൂട്ടൺ മീറ്റർ. കണ്ടോ? അപ്പൊ മാക്സിമം മൊമെന്റ് കിട്ടണമെങ്കിൽ ഏറ്റവും ലാർജ് ഡിസ്റ്റൻസ് എവിടെയാണോ ഉള്ളത് അതിനെന്തായിട്ട് വെക്കുക പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ 6 പ്രോബ്ലം 6 കണ്ടീഷനാണ്. നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പക്ഷെ അതിനെ ഇത്രയും രീതിയിൽ നമുക്ക് വേറെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, കമ്പൈൻഡ് വിത്ത് റിസൾട്ടന്റ്. അപ്പോഴാണ് ഒരു പാടുള്ള ക്വസ്റ്റ്യൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പാടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഇതിന്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ. ഇതിന് ചുമ്മാ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ വാരിഗ്നാറ്റ്സ് തിയറം ഓഫ് മൊമെന്റ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്കിൽ അത് കണ്ട് പേടിച്ചു ഈ ഒരു ഡയഗ്രാം ഒക്കെ കണ്ട്. അതുകൊണ്ടാണ് ഈ ഡയഗ്രാം വെച്ച് തന്നെ പറയുന്നത്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഈ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റണം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ നെറ്റ് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തോയിട്ട് ഇക്വേറ്റ് ചെയ്യും? R ഇൻറ്റു എക്സ് അല്ലേ? അപ്പം അതിൽ R എന്തായിരുന്നു? റിസൾട്ടന്റ്. എക്സ് എന്തായിരുന്നു? ആ റിസൾട്ടന്റ് വയ്ക്കേണ്ട ഡിസ്റ്റൻസ് അല്ലേ? M0 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം 3-4 ഫോഴ്സസ് ഉണ്ടെങ്കിൽ F1 ഇൻറ്റു D1 ചെയ്യും പ്ലസ് F2 ഇൻറ്റു D2 ചെയ്യും. അതായത് 2 ഫോഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അബൌട്ട് പോയിന്റ് ഓയിൽ ഇത് F1 ഫോഴ്സ്, ഇത് F2 ഫോഴ്സ്. അപ്പം നമ്മൾ അബൌട്ട് ഒരു പോയിന്റ് O ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്നുമില്ല, ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത് പോലെ കണ്ടോ, ഇതാണ് നമ്മുടെ F2 ഫോഴ്സ്. ഈ F2 ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഏത്? D2. ഈ F1 ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ D1. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? M0 കണ്ടുപിടിക്കാൻ F1 D1 ഇൻറ്റു F2 D2 നമ്മൾ ചെയ്യും. അപ്പം കിട്ടുന്നതാണ് നമ്മുടെ ഏത്? R ഇൻറ്റു എക്സ്. അതായത് ഈ F2ന്റെ F1ന്റെ റിസൾട്ടന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ F ഫോഴ്സ്. അപ്പം ഇവിടെ ഈ ഒരു ഫിഗറിൽ അവർ കാണിച്ചിരിക്കുന്നത് F ആസ് റിസൾട്ടന്റ് ഓഫ് F1 ആൻഡ് F2 അല്ലേ? അപ്പൊ ഈ F ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? Fന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? Fന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് is given by cap D, സ്മോൾ d. അപ്പോ റിസൾട്ടന്റ് ഇൻറ്റു എന്ത് ചെയ്യണം? D ചെയ്യുമ്പോൾ നമുക്ക് F1 ഇൻറ്റു എന്ത് ചെയ്യണം? D1. ഈ D1 ആണ് അതിന്റെ ഏതിന്റെ? F1ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് F1. F1ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D2ഉം D1ഉം F2ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? D2. അപ്പൊ നമുക്ക് നെറ്റ് നമ്മൾ നേരത്തെ പറയും പോലെ തന്നെ F ഇൻറ്റു D is equal to എന്താണ്? F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2. അപ്പം നത്തിങ് M0 ഈക്വൽ ടു R ഇൻറ്റു എക്സ്. ആ ഒരു തിയറത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ചെയ്തതെല്ലാം ബേസ്ഡ് ഓൺ ഏത് തിയറമാണ്? വാരിഗ്നാറ്റ്സ് തിയറം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മൊമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ തിയറി ക്വസ്റ്റ്യനും. തിയറി ക്വസ്റ്റ്യൻ എന്തെന്നായിരിക്കും ചോദിക്കുന്നത്? എക്സ്പ്ലെയിൻ ദി വാരിഗ്നാറ്റ്സ് തിയറം ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൊമെന്റ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് എഴുതി ഓരോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷയുടെ ടൈമിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഗ്യാരണ്ടീഡ് ആയിട്ട് വരുന്നത്. വേറെ ഒരു ക്വസ്റ്റ്യനും പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിച്ച 6 ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക വിത്തിൻ ഏത് ചാപ്റ്റർ? മൊമെന്റ്. സോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രവും ബാക്കി അസോസിയേറ്റഡ് ചാപ്റ്റേഴ്സും നോക്കാം.